ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിൻ്റെ കൃഷ്ണയാമത്തിലേക്ക് സ്വാഗതം. കൃഷ്ണയാമം ഇന്ന് വളരെ സ്പെഷ്യലാണ്. എല്ലാവർക്കും അറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ്. അതുകൊണ്ട് എല്ലാവരും വരട്ടെ. വന്ന ഉടനെ തന്നെ നമുക്ക് കൃഷ്ണയാമത്തിലേക്ക് കടക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എത്ര പേര് സങ്കടഹര ചതുർത്ഥി വ്രതം നോറ്റിട്ടുണ്ട്? ക്ഷമിക്കണം, ഞാനത് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു. ഗിരീഷേട്ടൻ വന്നത് ഇന്ന് നല്ല ദിവസമാണ്. ഇന്ന് സ്പെഷ്യൽ ആരതിയുള്ള ദിവസമാണ്. ഇന്ന് സങ്കടഹര ചതുർത്ഥി. ഒരുപാട് സന്തോഷം ഇന്ന് വന്നതിൽ. ഗിരീഷേട്ടൻ്റെ ബ്രദർ ഹരീഷേട്ടൻ്റെ മോൻ്റെ കല്യാണത്തോടനുബന്ധിച്ച് കുറച്ച് ബിസിയാണ്. നേരത്തെ അറിയാമായിരുന്നു എനിക്ക്. അപ്പം ഇന്നത്തെ സങ്കടഹര ചതുർത്ഥിയോടനുബന്ധിച്ച് നമുക്ക് കുറച്ച് വിശേഷാൽ ആരതികളൊക്കെ ഉണ്ട്. പിന്തോമേ, ആ ചന്ദനത്തിരി എന്തേ? ചന്ദനത്തിരി വെച്ചിരുന്നു. ചന്ദനത്തിരി എവിടെയാ വെച്ചേ? ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോൾ ഇവിടെ വെച്ചതാ? ഇവിടെ ഉണ്ട്. ഞാനും ഉണ്ട്, ചെറിയൊരു സ്ഥലമുണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്. നാരായണ ഇതായി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്ര പേർക്കറിയാം നമ്മുടെ വിഘ്നേശ്വരൻ എന്തുകൊണ്ടാണ് പ്രഥമ ആരാധ്യനായത് എന്ന്? എത്ര പേർക്കറിയാം വിഘ്നേശ്വരൻ പ്രഥമ അവിടെ വെച്ചു ആരാധ്യനായത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? നമ്മൾ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കേട്ട കഥകൾ വാസ്തവ വിരുദ്ധമാണോ, അത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണോ? ഇതൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ആണ് നമുക്കല്ലേ. ബിന്ദുമേ ഇപ്പം വേണ്ട. നമ്മൾ കുറേ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം കേട്ട കഥകളൊക്കെ നമ്മൾ വിചാരിക്കും ഇന്ന കാര്യം കൊണ്ടാണ് ഇങ്ങനെ ആയത്. അത് സാരില്ല ബിന്ദു മാതാജി. ഇനി നെക്സ്റ്റ് സങ്കടഹര ചതുർത്ഥി വരുന്നത് സെപ്റ്റംബർ 4-നാണ്. വിഘ്നേശ്വരൻ പ്രഥമ ആരാധ്യനാണ്. ഗുരുവായൂരപ്പൻ പോലും വിഘ്നേശ്വരന് പ്രഥമ ആരാധ്യ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഓക്കെ, സാരില്ല. ഇനി ഗുരുവായൂർ മഞ്ജരീസിലൂടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ വിശേഷങ്ങളും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള എല്ലാ വ്രതങ്ങളും അറിയിക്കുന്നതായിരിക്കും. കാരണം മനുഷ്യനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ് ആർക്ക്? ദേവന്മാർക്ക്. അപ്പോൾ മനുഷ്യനേക്കാൾ ഉയർന്ന സ്ഥാനം കൊടുക്കുന്ന ദേവന്മാരെ നമ്മൾ ആരാധിക്കണം. നമ്മുടെ ഹൈന്ദവ ധർമ്മം അതാണ്. ഭഗവാൻ നമ്മൾ അവരെയൊക്കെ പ്രാർത്ഥിക്കുകയും വണങ്ങുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പം ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. യാതൊരു സംശയവും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആരതി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ഗുരു ആരതിയാണ്. ഗുരു ആരതിയോടുകൂടി നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ഒരു പുരാണമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നോക്കിയിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടായാലും ബിന്ദുമ്മേ ഒരു ഹെൽപ്പ്. എങ്ങനെയായാലും രാമായണമൊക്കെ ഞാൻ പ്രഭാരത മഞ്ജരി വിട്ടുപോയാലും സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ട് രാമായണ മാസം കൊണ്ട് രാമായണം തീർക്കും. പക്ഷേ എപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ശിവപുരാണം എടുത്തു തരിക, എപ്പോഴാണ് വിഘ്നേശ്വര പുരാണം എടുത്തു തരിക, ഇതേക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഒന്ന് തീർന്നിട്ട് ഒന്നെടുക്കാം എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സങ്കടഹര ചതുർത്ഥി ദിവസം ഇനി നമുക്ക് വിഘ്നേശ പുരാണം തന്നെ ചർച്ച ചെയ്യാം അല്ലേ.
പ്രദോഷ ദിവസങ്ങളിൽ നമുക്ക് ശിവപുരാണം ചർച്ച ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ക്ഷമിക്കണം, ഇവിടെ നല്ല ചൂടാണ്. എനിക്കിപ്പം ഫാൻ ഇടാനൊരു നിവർത്തിയില്ല. ഫാൻ ഇട്ടാൽ എൻ്റെ ആരതി തട്ട് ഇതായിപ്പോൾ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക ഗുരുവായൂർ മഞ്ജരീസിൻ്റെ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ ഇന്ന് श्रील प्रभुपाद की जय, श्रील प्रभुपाद की जय, श्रील प्रभुपाद की जय. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. ബിന്ദുമേ ഒന്ന് വരൂ. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. श्रील प्रभुपाद की जय. जय पताका स्वामी गुरु महाराज की जय. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. Baby
തേന്, കരിമ്പ്, ശർക്കര, നാളികേരം, ഫ്രൂട്ട്സ്, കറുകപ്പുല്ല് എല്ലാം വെച്ച് ഭഗവാനെ ആരാധിക്കുക. നാരങ്ങ, തുളസി, ഇന്നത്തെ കണ്ണൻ്റെ മാലയ്ക്ക് പ്രത്യേകതയുണ്ട്, വളരെ പ്രത്യേകതയുള്ള മാലയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാലയാണ് കണ്ണന് അണിഞ്ഞിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാനപ്പോൾ ആദ്യം ഒന്ന് ചെറിയ ഫാൻ ഇടട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടർക്കും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാണാവോ? ഇത് വളരെ 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 പ്രത്യേകതയുള്ള ദിവസമാണ്. സങ്കടഹര ചതുർത്ഥിയാണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റാൻ ഭഗവാൻ പ്രത്യക്ഷ സ്വരൂപനായി ഇരിക്കുന്നു. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയട്ടെ, വിഘ്നേശ്വരനെ കുറിച്ച് 5 തലയുള്ള ഗണപതി, പഞ്ചമുഖ വിനായകർ, പഞ്ചമുഖ ഗണപതി. ഓക്കെ, ഇനി ഇന്ന് ഗുരുവായൂർ മഞ്ജരീസിലൂടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും മാല നൽകിയിരിക്കുന്നത് അനന്യ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഓഗസ്റ്റ് 13 നമുക്ക് ഇതെടുക്കാം, പ്രദോഷം എടുക്കാം. ഓഗസ്റ്റ് 14, 15, 16 എനിക്ക് ഷൂട്ടുണ്ട്, നോക്കാം. എന്തായാലും 13 എടുക്കാം. അപ്പം അനന്യ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എന്താ പറയുക മാല ഇട്ടിരിക്കുന്ന കിച്ചൂട്ടന്. ഈ അനന്യ എന്ന് പറയുന്ന കുട്ടി ഇവിടെയല്ല, വടകരയോ തലശ്ശേരിയോ ആണ്. മിനിമാതാജി കറക്റ്റ് പ്ലേസ് ഒന്നിടണേ. വളരെ വിഷമിച്ചുകൊണ്ടായിരുന്നു ജയശ്രീ മാതാജി നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. കാരണം അനന്യ മോളുടെ ബ്ലഡിലെ കൗണ്ട് വളരെയധികം കുറഞ്ഞു വരികയാണ്. വല്ലാത്തൊരു അവസ്ഥ. പല പല ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ചു. ഇനി വളരെയധികം ഞങ്ങൾ വിഷമത്തിലാണ്, ഒന്നും കഴിക്കുന്നില്ല, വല്ലാത്തൊരു ടെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മാതാജി. എന്തെങ്കിലും സംഭവിക്കും, പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വിളിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, മാതാജി പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കൂ, ഭഗവാൻ കൈവിടില്ല, എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ, ഡോക്ടേഴ്സിനെ കാണിക്കൂ എന്ന് പറഞ്ഞ് നമ്മൾ വേറെ ഡോക്ടറിനെയൊക്കെ കൺസൾട്ട് ചെയ്യാനുള്ള ഡോക്ടേഴ്സിൻ്റെ റെഫറൻസൊക്കെ കൊടുത്തു. അവരതൊക്കെ ചെന്ന് കണ്ടു. വീണ്ടും 1-2 ഡോക്ടേഴ്സിൻ്റെ റെഫറൻസ് കിട്ടി, അതുമൊക്കെ ചെന്ന് കണ്ടു. അങ്ങനെ ഇരിക്കെ നമ്മുടെ പഞ്ചമുഖ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മൾ ഗുരുവായൂർ മഞ്ജരീസ് പോയത് ഓർക്കുന്നുണ്ടല്ലോ. അവിടെ ഒരു 21 ജലധാരയും നിശ്ചയിച്ചു. ഒപ്പം നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും മാലയും എണ്ണയും നിശ്ചയിച്ചു. കിടാവിളക്കിലേക്ക് മാലയും എണ്ണയും. ആ മാല ഞാൻ ഇന്ന് അണിഞ്ഞിട്ടുണ്ട്, എണ്ണ ഞാനിപ്പം ഒഴിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം എന്ന് പറയാം. ആ കുട്ടി ഇപ്പം നല്ല മാറ്റമായി, ഭക്ഷണം കഴിച്ചു തുടങ്ങി. നല്ല മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടി തുടങ്ങി. ഇപ്പം ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയ ഒരവസ്ഥയായിരുന്നു. പക്ഷേ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിക്കുമൊക്കെ മാലയും എണ്ണയും മഹാദേവന് ജലധാരയൊക്കെ അതേ ഉണ്ണികൃഷ്ണൻ പ്രഭു ഒക്കെ നിശ്ചയിച്ച് പ്രാർത്ഥനാദികളോടുകൂടി മുന്നോട്ട് പോയപ്പം ജയശ്രീ മാതാജി പറഞ്ഞു, മാതാജി എത്രയും പെട്ടെന്ന് കിച്ചൂട്ടനെ മാല അണിയും, മോൾ ഒരുപാട് റിക്കവറായി വന്നിട്ടുണ്ട് എന്ന്. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ മഹാദേവൻ്റെയും പ്രഥമ പൂജ്യനായ നമ്മുടെ വിഘ്നേശ്വരൻ്റെയും ഗുരുപരമ്പരയുടെയും മുമ്പിൽ സാഷ്ടാംഗം ഞാൻ നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ആ കുട്ടി ഇപ്പോൾ നല്ല രീതിയിൽ നോർമൽ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ വകയാണ് ഇന്ന് മാലയും എണ്ണയൊക്കെ സമർപ്പിച്ചിരിക്കുന്നത്. ഓക്കെ ബിന്ദുമ്മേ, 1 മിനിറ്റ് വരും. ഡെയിലി പറയണ്ടല്ലോ, നമ്മളെ കൊതുക് കയറും വീട്ടിൻ്റെ അകത്ത്, അത് അടച്ചിട്ടേക്ക്. പിന്നെ
ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ ജിനേഷ് പ്രഭുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹം ഇന്ന് കുറച്ച് പേർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ അയച്ചിട്ടുണ്ട്. ഇന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് സങ്കടഹര ചതുർത്ഥി ആയതുകൊണ്ട് എനിക്ക് വൈകിട്ടും രാവിലെയൊക്കെ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നാളെ ഇല്ലെങ്കിലും മറ്റന്നാൾ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. ജിനേഷ് പ്രഭുവിന് ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നമ്മുടെ രേഖാനന്ദൻ മാതാജിയുടെ ഹസ്ബൻഡ് നന്ദൻ പ്രഭുവിൻ്റെ പിറന്നാളാണ്. ഫേസ്ബുക്കിലൂടെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ജൂലൈ 31 പിറന്നാൾ. അവർ മെസ്സേജ് അയച്ചു, അന്നദാനത്തിന് പറഞ്ഞു. പക്ഷേ മെസ്സേജ് നോക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കണ്ടില്ല. ആ അന്നദാനം ഇന്ന് നടത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. നന്ദൻ പ്രഭുവിന് ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് നമുക്ക് 55 പേർക്കുള്ള 53 പേർക്കുള്ള വെള്ളത്തിന് കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കുന്നത് വിജയകുമാർ പ്രഭു ആൻഡ് വസന്തകുമാരി മാതാജിയാണ്. രണ്ടുപേരുടെയും തൃപാദത്തിങ്കിൽ ഞാൻ നമസ്കരിക്കുന്നു. ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശ്രീലത ടീച്ചറാണ് ഇന്ന് കുറച്ച് പേർക്കുള്ള അന്നദാനം നൽകിയത്. 10 പേർക്കോ 15 പേർക്കോ കൃത്യമായി എനിക്ക് വിട്ടുപോയി, ക്ഷമിക്കണം. 15 പേരാണെന്ന് തോന്നുന്നു. അപ്പം ശ്രീലത ടീച്ചർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും പേരിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മുടെ വിഷ്ണു മാരാർ, എല്ലാവർക്കും അറിയാം. വിഷ്ണു മാരാർ ഇന്ന് എക്സ്ട്രാ വന്ന 2 പേര് ആരെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം വിഷ്ണു മാരാർ മുന്നോട്ട് വന്നു. വിഷ്ണു മാരാർക്കും മാരാർ വിചാരിക്കുന്നതായ രീതിയിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ജോലിക്കയറ്റവും സ്ഥലമാറ്റവും ലഭിച്ച് സമാധാനവും ശാന്തിയും നൽകട്ടെ, ഭക്തിയിൽ ഉയരാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. വിഷ്ണു മാരാർക്കും ഗുരുവായൂർ മഞ്ജരീസിനെയും എൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. പിന്നെ അരുൺ രാജ്, കോമളവല്ലി മാതാജിയുടെ മകനാണ്. ജോലിക്ക് വേണ്ടിയിട്ട് ഇന്ന് അന്നദാനം നൽകി. അരുൺ രാജിനും ഇത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ നടന്നു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ഒരു വലിയ നന്ദി തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഗുരുവായൂർ മഞ്ജരീസിനെയും എൻ്റെയും പേരിൽ അരുൺ രാജിനോട് അറിയിക്കുന്നത്. ഹരേ കൃഷ്ണ. പിന്നെ നമ്മുടെ പ്രിയ പ്രദീപ് മാതാജിയുടെ അമ്മ പ്രഭാവതി മാതാജി ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിങ്കിലേക്ക് പോയിട്ട് ഇന്നേക്ക് 1 വർഷം തികയാണ്. മാതാജിയും ഇന്ന് നമുക്ക് 15 പേരുടെ അന്നദാനം നൽകി. പ്രിയ മാതാജി, അവിടുത്തെ അമ്മയുടെ ആത്മാവിന് ഗുരുവായൂരപ്പൻ്റെ സമക്ഷം എല്ലാവിധ ആയുരാരോഗ്യത്തോടു കൂടിയുള്ള, അവരെല്ലാം അവിടെ എത്തിക്കഴിയുമ്പം മറ്റൊരു ശരീരം സ്വീകരിക്കും. ആ ശരീരത്തിൽ ഗുരുവായൂരപ്പന് പാദപൂജ ചെയ്തുകൊണ്ട് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും പേരിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. മാതാജി ഇന്നൊരു ഗീത കൂടെ ദാനം ചെയ്തായിരുന്നു. ആ ഗീത നമ്മുടെ അന്നദാനത്തിന് സഹായിക്കുന്ന നമ്മുടെ പ്രഭുവിനാണ് കൊടുത്തത്. ലൈവ് ഇട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജിത്തു മഹേശ്വരി മാതാജി എല്ലാ മാസവും ഒരു ഗീത ഡൊണേഷൻ തരുന്നുണ്ട്. ഞാനതുടൻ തന്നെ അടുത്തൊരു ബ്രാഹ്മണന് കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മീനു മാതാജി നാളെ സങ്കടഹര ചതുർത്ഥി ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ അവിടുത്തെ ബ്രാഹ്മണനൊരു ഗീത തന്നിട്ടുണ്ട്. അതും ഞാൻ കൊടുക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസുമായി ബന്ധമുള്ള ഒരു പ്രഭുവിൻ്റെ സിസ്റ്റർ ലത മാതാജിക്ക് തീരെ വയ്യാതെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലാണ്. എത്രയും വേഗം മാതാജിയുടെ ആയുരാരോഗ്യം വീണ്ടെടുക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം നൽകട്ടെ. ഇന്ന് അവരുടെ വകയായിരുന്നു കിച്ചുവിന് ഉച്ചയ്ക്കുള്ള പ്രസാദം. ഞാനതെടുത്ത് പ്രസാദം കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ലൈവ് കാണാറുണ്ട്. ഉടൻ തന്നെ ലതാ മാതാജിയുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള അനുഗ്രഹം നൽകട്ടെ. അവർ ചെന്നൈയിലുള്ള ഗണപതി ക്ഷേത്രത്തിലേക്ക് ഒരു പൂജയ്ക്കുള്ള കോണ്ടാക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മീൻസ് പൂജ ചെയ്യാനുള്ള റിക്വസ്റ്റും തന്നിട്ടുണ്ട്. ആ പൂജയും നാളെ രാവിലെ ചെയ്യുന്നതായിരിക്കും. സങ്കടഹര ചതുർത്ഥിയോടനുബന്ധിച്ച് വിഘ്നേശ്വരൻ്റെ അമ്പലത്തിൽ പൂജ ചെയ്യാൻ 501 രൂപയാണ്. അത് നാളെ രാവിലെ നമ്മൾ സമർപ്പിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ മൊബൈൽ നമ്പർ 9342494941 9342494941 9342494941. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളമ്മ ഇതൊന്ന് ചൂടാക്കി തരും. ഇന്ന് നമ്മൾ വളരെയധികം എന്താ പറയുക, ഭയത്തോടും വളരെയധികം ബഹുമാനത്തോടും നമ്മളിന്ന് ഗണേശ എന്താ പറയുക വിഘ്നേശ്വര പുരാണം എടുക്കുകയാണ്. ഓക്കെ, വിഘ്നേശ്വര പുരാണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ആദ്യം എടുക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കുക. നമ്മൾ ഇന്ന് എടുക്കുകയാണ് വിഘ്നേശ്വര പുരാണം. ഓക്കെ,
ക്ഷമിക്കുക. ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ വിഘ്നേശ്വര പുരാണം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടിരിക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശ്രീകൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ശനിയാഴ്ചയും ഹനുമാൻ പുരാണം. എല്ലാ പുരാണങ്ങളും പഠിച്ച് നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവുമെന്നുള്ളതാണ് എൻ്റെ പേടി. എന്ത് പറയുന്നു? എല്ലാ ശനിയാഴ്ചയും ഹനുമാൻ പുരാണം. അപ്പം നമ്മുടെ വിഘ്നേശ്വര പുരാണം എന്ന് ഞാൻ തുറന്നു. വിഘ്നേശ്വര പുരാണം കുറേ നാളുകൾക്ക് ശേഷം വായിച്ചെടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. ഹരേ കൃഷ്ണ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. സത്യം പറഞ്ഞാൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ട് പോലും വിഘ്നേശ്വരനെ കുറിച്ചുള്ള കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒന്നും എൻ്റെ കാതിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. ആരൊക്കെ ഇങ്ങനെ പറഞ്ഞറിയുന്നു. കൃത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അതേക്കുറിച്ച് ചെക്ക് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ. പ്രഥമ പൂജ്യനായ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ കഷ്ടപ്പെടുന്നവരുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും ജോലിയില്ലാത്തവരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെയും മക്കളുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെയും അച്ഛനമ്മമാരുടെ പ്രയാസങ്ങൾ, സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ, ജോലി സ്ഥലത്തെ പ്രയാസങ്ങളെല്ലാം ഗുരുവായൂരപ്പനും നമ്മുടെ ഗുരുപരമ്പരയും വിഘ്നേശ്വരനും മഹാദേവനും മാറ്റിത്തരട്ടെ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്യാം. ഒരു പഴയ കാലത്തുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒത്തിരി പഴയ കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അന്ന് പുണ്യഭൂമിയായിരിക്കുന്ന നൈമിഷാരണ്യത്തിൽ അനേകം മഹർഷിമാരും ഒരുപാട് ഭക്തി ശ്രേഷ്ഠരായിരിക്കുന്ന ധാരാളം സജ്ജനങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ എല്ലാവരുടെയും നായകനായിട്ട് പണ്ഡിത ശ്രേഷ്ഠൻ, നല്ല അറിവുള്ള വ്യാസ ശിഷ്യനുമായ ഒരു സൂത മഹർഷി ഉണ്ടായിരുന്നു. ഇവിടെയും നമ്മൾ സൂത മഹർഷിനെയും വൈശ്വംഭായനെയും വ്യാസദേവനെയും ഒന്നും വിട്ടിട്ടില്ല, മുറുകെ പിടിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാദപൂജ ചെയ്തുകൊണ്ടിരുന്ന ശൗനക മഹർഷി, സൂത മഹർഷിയുടെ പാദപൂജ ചെയ്തുകൊണ്ടിരുന്ന ശൗനക മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠരായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരും എല്ലാവരും കുറേ ശ്രേഷ്ഠരായിട്ടുള്ള ഭക്തജനങ്ങളുടെയൊക്കെ കൂടെ ഒരു ആഗ്രഹം ആരെ അറിയിച്ചു? സൂത മഹർഷി അറിയിച്ചു. എന്താണ് ആ ആഗ്രഹം എന്ന് വെച്ചാൽ, സർവശ്രേഷ്ഠനായ സൂത മഹർഷി ഭൂമണ്ഡലത്തെ ബാധിക്കുന്ന ഘോരാന്ധകാരത്തെ പറ്റി, അതേക്കുറിച്ച് ആ അന്ധകാരത്തെ അകറ്റുന്നതിന് പ്രാതകാലത്ത് ഉദിച്ചുയരുന്ന അർക്കദേവനെ പോലെ, അതായത് രാവിലെ ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ, ഹരേ കൃഷ്ണ രാജേട്ടാ, സൂര്യനെ പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന അജ്ഞാനമെന്ന അന്ധകാരം അകറ്റിക്കൊണ്ട്, നമ്മുടെ ഹൃദയത്തിലെല്ലാം അജ്ഞാനമാകുന്ന അന്ധകാരമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഹൃദയമെല്ലാം പരിശുദ്ധമാണെന്ന്. ഒരിക്കലുമല്ല. 100% ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട പക്വത ഇനിയും നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ വൈകാരികമായിട്ട് ആ പ്രശ്നത്തെ സമീപിക്കുന്നത്. ഒരിക്കലും നമ്മൾ വൈകാരികമായിട്ടല്ല ഒരു പ്രശ്നത്തെയും സമീപിക്കേണ്ടത്, വിവേകപരമായിട്ടാണ്. അതിൽ പറയുന്നുണ്ട്, ഈ കഥയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുൻപേ അത് എടുത്ത് പറഞ്ഞത്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു അന്ധകാരത്തെ മാറ്റിയിട്ട് വെളിച്ചം നൽകാൻ അങ്ങേക്കാൾ ശ്രേഷ്ഠനായ ഒരാൾ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞു. ആരാണ്? സൂത മഹർഷിയോട് പറയാണ്. ആരാണ്? ശൗനക മഹർഷി പറയാണ്. അപ്പോൾ എന്തായാലും അങ്ങ് ഞങ്ങൾക്ക് അറിവ് പകർന്നു നൽകണം. വ്യാസമഹർഷിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായ അവിടുന്ന്, വ്യാസമഹർഷിയുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ആര്? ശൗനക മഹർഷി. ശൗനക മഹർഷി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഒരു വലിയ കടൽ തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. എല്ലാ അറിവും അദ്ദേഹത്തിൽ പൂർണ്ണമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അറിവിൻ്റെ ആഴക്കടലായ അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും അജ്ഞത മാറ്റിയിട്ട് ഞങ്ങളുടെ ഹൃദയം നല്ല നല്ല രീതിയിൽ വെളിച്ചമുള്ളതാക്കി പ്രകാശമയമാക്കിയിട്ട് നല്ല നല്ല കുറേ അറിവുകളോടുകൂടി ഈ കലിയുഗത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല പുരാണ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അതിന് അങ്ങേക്ക് ദയവുണ്ടാകണം. ആര് പറയുന്നു? സൂത മഹർഷി. ആരോട് പറയുന്നു? ശൗനക മഹർഷിയോട് സൂത മഹർഷിയോട് ശൗനക മഹർഷി പറയാണ്. സൂത മഹർഷിയോട് ശൗനക മഹർഷി പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ മഹർഷിമാരും
എന്തു ചെയ്തു? സൂത മഹർഷിയോട് ഈ കാര്യം റിക്വസ്റ്റ് ചെയ്തു. ദയവായി ഞങ്ങളോട് അങ്ങനെ ഒരു കരുണ കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഭവ്യതയോട് കൂടിയുള്ള ശൗനക മഹർഷിയുടെ ആ ഒരു അപേക്ഷ സൂത മഹർഷിയെ ഒരുപാട് സന്തോഷിപ്പിച്ചു. ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ കേൾക്കാവോ ഞാൻ പറയുന്നത്? അന്നേരം എന്തുണ്ടായി? ഭവ്യതയോടുകൂടിയാണ് ശൗനക മുനിയുടെ ആ ഒരു അപേക്ഷ സൂത മഹർഷി എന്ത് ചെയ്യുന്നത്? സ്വീകരിക്കുന്നത്. പുരാണ കഥകൾ എന്ന മഹാസമുദ്രത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന നമ്മുടെ സൂത മഹർഷി ഒരുപാട് സന്തോഷിച്ചു. കാരണം എന്താ? അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ് ഈ പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനും വരാനിരിക്കുന്ന കലിയുഗത്തിൽ നിന്ന് ജനങ്ങളെയെല്ലാം ആ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? കുറച്ചു നേരം കണ്ണുകൾ അടച്ചിങ്ങനെ ധ്യാനത്തിലിരുന്നു, മൗനമായിട്ട്. എന്നിട്ട് ചിന്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൗനമായിരിക്കുന്ന സ്മൃതി പദത്തിൽ, അതായത് ഓർമ്മകളുടെ ആ ഒരു വഴിയിൽ ആയിരം പുരാണ കഥകൾ ഇങ്ങനെ മുട്ടിട്ട് വന്നു. ഒന്നിനൊന്ന് മെച്ചമെന്ന് തോന്നിയ ഒരുപാട് കഥകൾ, ഒരുപാട് അറിവുകൾ. സൂത മഹർഷിയുടെ ഹൃദയവികാരം, ആ കഥ പറയാൻ കിട്ടിയ ആ ഒരു സന്തോഷം, ആ വികാരം വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. പ്രശാന്തമായി ചിരിച്ചുകൊണ്ട് സൂത മഹർഷി കഥ പറയാൻ തുടങ്ങി. നിങ്ങൾ വളരെ ലക്കാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ലക്കായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയാൻ തോന്നിയത്. ഇല്ലേ ഞാനിതൊക്കെ വായിച്ച് സുഖമായിട്ട് അങ്ങനെ വെച്ച് മിണ്ടാതെ ഇരുന്ന്. നമ്മൾ ആരോടും അറിവിൻ്റെ കാര്യത്തിൽ മത്സരിക്കാൻ പോകരുത്. നമ്മളുടെ അറിവിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കുക. നമുക്ക് അറിവുമില്ല, ഒന്നുമില്ല, നമ്മൾ അങ്ങനെ ഇരിക്കുക, അല്ലേ? നമ്മളെല്ലാവരും അറിവിൻ്റെ കാര്യത്തിൽ പിന്നോട്ടാണ്. അറിവ് നേടാനാണ് നമ്മൾ ഈ കഷ്ടപ്പാടുകളെല്ലാം പെടുന്നത്. അപ്പം ഞാനെന്ത് ചെയ്യും? ഇതൊക്കെ വായിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് സാധാരണ പോലെ മഹാഭാരതം എടുത്തുകൊണ്ട് പോകും. പിന്നെ ഞാൻ ചിന്തിച്ചു, അല്ല, ഗുരുവായൂർ മഞ്ജരീസ് എൻ്റെ കുടുംബമാണെന്ന് ഞാനിങ്ങനെ രായ്ക്ക് രാമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതെൻ്റെ കുടുംബമാണ്. കുടുംബത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ശ്രേയസ്, അവരുടെ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളത് അത് എൻ്റെയും കൂടെ ഒരു ധർമ്മമാണ്. അപ്പോൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില പ്രത്യേക കഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരത് കേൾക്കണം. അപ്പം എന്ത് ചെയ്യണം? വെന്തോ അമ്മേ? നമ്മളത് കേൾക്കണം, അല്ലേ? അങ്ങനെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സൂത മഹർഷി കഥ പറയാൻ പോവാണ്. ശൗനക മഹർഷി അങ്ങ് ധന്യനാണ്. നമ്മളും ധന്യരാണ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ, അല്ലേ? വളരെ ധന്യരാണ്. വലുതായിട്ടൊന്നും നമുക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഭഗവാൻ, നമ്മുടെ ഹൈന്ദവം, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരും, അതായത് കഥ കേൾക്കുന്നവരും. ഈശ്വര മാഹാത്മ്യ കഥകൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ആത്മചൈതന്യമുള്ളവരാണ്. എന്താ പറയുന്നത്? ഈശ്വര മാഹാത്മ്യ കഥകൾ അറിയണം എന്ന് ആഗ്രഹമുള്ളവർ ആത്മചൈതന്യമുള്ളവരാണ്. ആ ചൈതന്യം നമ്മൾ അറിയുന്നില്ല, നമ്മളത് അറിയണം. ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ആത്മദാഹം അത് വളരെയധികം പ്രശംസിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഈ സമയത്ത് വന്നിരിക്കുമോ? കഥയിൽ കൂടിയും കേൾവിയിലൂടെയും ഒക്കെ ആത്മസംതൃപ്തി നൽകുന്ന ഒരുപാട് കഥകൾ നൽകുന്ന ഒരുപാട് ചരിത്രമുള്ള പ്രഥമ പൂജാർഹനായ, സാരല്ലേ ദീപമാതാജി ഇപ്പം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷെ ലൈവ് കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കാണണം കേട്ടോ. ആരതി ഉണ്ടായിരുന്നു ഇന്ന്, വിഘ്നേശ്വരന് പ്രത്യേക ആരതി ഉണ്ടായിരുന്നു. അപ്പം ശ്രവണമാധുര്യത്തിൽ കൂടിയും, അതായത് കേൾക്കുന്നതിൽ കൂടിയും ഒരുപാട് ആത്മസംതൃപ്തി നൽകുന്ന പ്രഥമ പൂജാർഹനായ, അതായത് ആദ്യം തന്നെ പൂജ സ്വീകരിക്കാൻ അർഹതയുള്ള ശ്രീ വിഘ്നേശ്വരൻ്റെ അതീവ ശ്രേഷ്ഠമായ പുണ്യപുരാണ കഥ, അതാണ് നമുക്ക് വേണ്ടി ഇവിടെ സൂത മഹർഷി പറയാൻ പോകുന്നത്. സർവവിദ്യാവിശാരദനായ ഗണേശൻ ജ്ഞാനസ്വരൂപനാണ്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സാരല്ലേ ദേവദാസ് പ്രഭു?
സർവവിദ്യാ വിശാരദനായ ഗണേശൻ ജ്ഞാനസ്വരൂപനാണ്. എല്ലാവരും വിഘ്നേശ്വരനെ ധ്യാനിച്ച് നമസ്കരിച്ച് ശ്രദ്ധാപൂർവം കഥ കേൾക്കണം. ഓക്കെ. അങ്ങനെ സൂത മഹർഷിയുടെ കഥ കേൾക്കാൻ വേണ്ടി എല്ലാവരും ശൗനകാദി മുനിമാർ എല്ലാവരും ഒരു സ്ഥലത്തിരുന്നു. അപ്പം ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരെ പോയത് കൃഷ്ണൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ താഴെയാണ് എല്ലാ ദേവന്മാരും. അപ്പോൾ ഈ ദേവന്മാരും ഒക്കെ ആയിട്ട് ഭഗവാന് ഭയങ്കര കണക്ഷൻസാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മേളിൽ നിന്ന് നേരെ ഓരോരുത്തരെ മനസ്സിലാക്കി അതിലും തെറ്റില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിലും തെറ്റില്ല. ഭഗവാനെ നമ്മൾ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പഠിച്ചത് വളരെ നന്ദി. അതിന് നമ്മുടെ ഗുരുപരമ്പരയോട് നന്ദി പറയുന്നു. പക്ഷെ ഇവരൊക്കെ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഹൈന്ദവ കുലത്തിലുള്ളവരാണ്. ഒട്ടുമിക്ക ആളുകളെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അവർ നേരെ ലൈനിൽ നിന്ന് ഭഗവാനെ കാണും. എന്നിട്ട് ആ വഴി ഭഗവാനെ കണ്ടു, നിവേദിച്ചു, പോയി. പക്ഷെ അവിടെ ഇരിക്കുന്ന വിഘ്നേശ്വരനെ ആരും പോയി ശ്രദ്ധിക്കില്ല. മിക്ക ക്ഷേത്രങ്ങളിലും വിഘ്നേശ്വരനെ കണ്ടാൽ ഒന്ന് പ്രാർത്ഥിച്ച് ഏത്തമിട്ട് തീർന്നു, കഴിഞ്ഞു. പക്ഷെ ബാക്കി അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ആരാണോ അവരെ വണങ്ങിയിട്ട് പോകും. അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പോകേണ്ട ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് മനസ്സിലാക്കി നമ്മൾ മഹാദേവൻ്റെ അടുത്തായാലും നാരായണൻ്റെ അടുത്തായാലും എത്തിയാൽ മാത്രമേ നമ്മളുടെ ആ ഒരു കൃത്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പിന്നെ 8ാം ക്ലാസ് പഠിച്ചു തീർന്ന ഒരാൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തരാമെന്നും പറഞ്ഞൊക്കെ 2 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞെടുക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായി പോകും. നമ്മളൊരു എന്താ പറയുക, പക്കയായ ഒരു എൻഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ അത് നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് കിട്ടില്ല. സാരല്ലേ വസന്ത മാതാജി, നമ്മൾ കൃത്യമായിട്ട് പോയാലേ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ കൃത്യമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം അദ്ദേഹം പറഞ്ഞു തുടങ്ങി സൂത മഹർഷി. ബ്രഹ്മവിദ്യകളെല്ലാം പ്രദാനം ചെയ്യുന്ന ഭഗവാൻ വിഘ്നേശ്വരൻ സർവചരാചര രക്ഷകനും എല്ലാ ചരങ്ങളെയും സംരക്ഷിക്കുന്നവനും ബ്രഹ്മാണ്ഡ നായകനുമാണ്. സമുദ്രം കുടിച്ചുവറ്റിച്ച അഗസ്ത്യ മഹർഷിയെ പോലെ, സമുദ്രം കുടിച്ചുവറ്റിയ അഗസ്ത്യ മഹർഷിയെ പോലെ. സമുദ്രം ആരാ കുടിച്ചു പറ്റിച്ചതെന്നുള്ള ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. അഗസ്ത്യ മഹർഷിയാണ് സമുദ്രം കുടിച്ചു പറ്റിച്ചത്. ഈ മഹർഷിമാരുടെ ഒരു കഥയുണ്ട്, ഒരു ഹിസ്റ്ററിയുണ്ട്. അതെന്തെങ്കിലും നമുക്കൊരു ഗുരുപൂർണിമ അങ്ങനെയുള്ള ഏതെങ്കിലും ദിവസം ആ കഥ എടുക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം അഗസ്ത്യ മഹർഷി എന്തിനാണ് ആ സമുദ്രം കുടിച്ചു പറ്റിച്ചതെന്നൊക്കെ അതിലും വരും, വേറെ ഇതിലൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ വരും. സമുദ്രം കുടിച്ചു പറ്റിച്ച അഗസ്ത്യ മഹർഷിയെ പോലെ വിഘ്നങ്ങളെന്ന മഹാവാരിധി, വിഘ്നങ്ങളെന്ന് പറയുന്ന വലിയ കടല്, അത് കുടിച്ച് വിഘ്നങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് ആശ്രിതരായിരിക്കുന്ന ഒരുപാട് ഭക്തരെ രക്ഷിച്ച് അവർക്ക് സമാധാനം നൽകുന്ന ആശ്രിത വത്സലനാണ് ആര്? വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഘ്നസാഗര ശോഷകൻ എന്നൊരു പേരും കൂടിയുണ്ട്. എന്താണ്? വിഘ്നേശ്വരൻ്റെ മറ്റൊരു പേരാണ് വിഘ്നസാഗര ശോഷകൻ. ഓക്കെ, ആ നാമം അദ്ദേഹത്തിന് അങ്ങനെ വന്നതാണ്, എല്ലാ ഭക്തരുടെയും വിഘ്നങ്ങൾ അകറ്റുന്നത് കൊണ്ട്. സർവപ്രഥമ പൂജ വിനായക ദേവനുള്ളതാണ് ആ പേര്. സർവപ്രഥമ പൂജ വിനായകനുള്ളതാണ് എന്ത് പേര്? വിഘ്നസാഗര ശോഷകൻ. ഓക്കെ, എല്ലാ വിഘ്നങ്ങൾ എന്ന് പറയുന്ന സാഗരത്തെയും ശോഷിപ്പിച്ചില്ലാതാക്കുന്ന ദേവൻ. ശോഷിപ്പിക്കുന്ന പറഞ്ഞാൽ ഇല്ലാതാക്കുക, നശിപ്പിച്ച് കളയുക, ശോഷിപ്പിച്ചില്ലായ്മ ചെയ്യും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള സർവ്വവിഘ്നങ്ങളും. ഏത് ദേവന്മാരെ പൂജിക്കാൻ നമ്മൾ തുടങ്ങുമ്പോഴും അതിനു മുമ്പായി നമ്മൾ വിഘ്നേശ്വരനെ പൂജിക്കണം. ക്ലിയർ? അപ്പൊ ശൗനകൻ ചോദിക്കുകയാണ്, അലയോ സൂത മഹർഷിയെ, അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിലും ഗണപതിക്ക് അഗ്രപൂജാസ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? അതറിയാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. ഗുരുവായൂർ മഞ്ജരീസിനും താല്പര്യമുണ്ട്. അപ്പൊ നമുക്ക് സൂത മഹർഷി പറഞ്ഞു തരട്ടെ എങ്ങനെയാണെന്നുള്ളതല്ലേ. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും പരിപാലനം ചെയ്യുന്ന മഹാവിഷ്ണുവും, ശ്രദ്ധിച്ചു കേൾക്കാം, മഹാവിഷ്ണു എന്നാണ് പറയുന്നത്, കൃഷ്ണൻ എന്നല്ല. കൃഷ്ണനിൽ നിന്നാണ് മഹാവിഷ്ണു വന്നിരിക്കുന്നത്. ഓക്കെ, കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനും പരിപാലനം ചെയ്തരുളുന്ന മഹാവിഷ്ണുവും സംഹാരമൂർത്തിയായ മഹാദേവനുമൊക്കെ അവരൊക്കെ അഗ്രപൂജയ്ക്ക്, അവരെക്കാളൊക്കെ മുൻപേ അഗ്രപൂജയ്ക്ക്, അതായത് തുടക്കമുള്ള പൂജയ്ക്ക് ദേവന്മാരെന്ന് കരുതപ്പെടുന്ന എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെയുള്ള ഒരു അഗ്രപൂജാസ്ഥാനം എങ്ങനെയാണ് ഗണപതി ഭഗവാന് ലഭിച്ചത്? ഗണനാഥൻ എങ്ങനെ അത് ലഭിച്ചു?
അത് നമുക്കറിയണം. അപ്പം ശൗനക മഹർഷി അദ്ദേഹത്തിൻ്റെ ന്യായമായിട്ടുള്ള ആ ഒരു സൗന മഹർഷിയുടെ ആ ഒരു ന്യായമായിട്ടുള്ള സംശയം കേട്ടിട്ട് സൂതമുനി എന്തു ചെയ്തു? ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹാമുനി, അതൊരു പരമരഹസ്യമാണ്, ഭയങ്കര രഹസ്യമാണ്. മോഹിക്കുന്നത് കൊണ്ടോ ആവശ്യപ്പെടുന്നത് കൊണ്ടോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല അധികാരം എന്ന് പറയുന്നത്. എന്താണ്? മോഹിക്കുന്നത് കൊണ്ടോ ആഗ്രഹിക്കുന്നത് കൊണ്ടോ ആവശ്യപ്പെടുന്നത് കൊണ്ടോ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല അധികാരം എന്ന് പറയുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിൽ ഓർക്കണം. ഒരാൾക്കൊരു അധികാരം ലഭിക്കണമെങ്കിൽ അതിന് വളരെയധികം രീതികളുണ്ട്. അത് യോഗ്യതയുള്ള ആളുകളെ തേടി വരുന്നൊരു സ്ഥാനമാണ്. എന്തിൻ്റെ അധികാരമാണെങ്കിലും യോഗ്യതയുള്ളവരെ തേടിയാണ് ആ അധികാരം വരിക. ഒരിക്കലും നമ്മൾ മോഹിച്ചത് കൊണ്ടൊന്നും അത് നേടിയെടുക്കാൻ സാധിക്കില്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ധാരാളം ദേവന്മാരെ ലോകത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ട്, അല്ലേ? അതിലൊന്നും നമ്മളൊരു വിലങ്ങുതടിയാവരുത്. ഏത് ദേവനെ ആര് പൂജിച്ചാലും നമ്മൾ അതിലൊരു വിലങ്ങുതടിയായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പോകരുത്. പക്ഷേ ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്ന ആ മഹത് തത്വം നമ്മൾ ഉൾക്കൊള്ളണം. ഈ കാരണം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉന്നത സ്ഥാനം അർഹിക്കുന്ന ഒരു ദേവൻ ആരാണെന്നുള്ളൊരു ചോദ്യം പല ഭക്തരുടെയും ഇടയിലുണ്ട്. അമ്മ ആ ഡോറ് തുറന്നു വയ്ക്കുക. ബിന്ദു അമ്മേ, ആ ഡോറ് തുറന്നു വെച്ചു. അർഹിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കഴിവുകളെ പറ്റിയും എല്ലാവരും, ഇപ്പം ദേവിയുടെ ഭക്തനാണെങ്കിൽ പറയും ദേവിയുടെ കഴിവുകളെ കുറിച്ച് വർണ്ണിച്ച് അവരാണ് വലുതെന്ന് പറയും. മറ്റ് ദേവന്മാർ, ഓരോ ഭക്തരും അങ്ങനെ പറയും. പക്ഷേ ഏറ്റവും പ്രഥമ പൂജ്യൻ എന്ന്, പൂജയ്ക്ക് അർഹനായത് എന്ന് പറയുന്നത് ആരാണ്? വിഘ്നേശ്വരൻ തന്നെയാണ്. പക്ഷേ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അതുകൊണ്ട് ഒരാൾ വലുത് എന്നുള്ള രീതിയിലൊന്നും ആരും സംസാരിക്കരുത്. ഞാനാണ് അഗ്രപൂജ അർഹിക്കുന്നതെന്ന് പല ദേവന്മാരും പരസ്പരം വാദിച്ചു. അവർ പറഞ്ഞു, എനിക്കാണ് അഗ്രപൂജ വേണ്ടത്, എനിക്ക് ആദ്യത്തെ പൂജ എനിക്ക് കിട്ടണം, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞു ഓരോ ദേവന്മാരും പറയാൻ തുടങ്ങി. അത് അവസാനം എന്തായി? വാദം പിടിവാദമായി. അത് വഴക്കിൽ കലാശിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, അങ്ങനെ ഒരു കലഹം വന്നാൽ അത് വളരെ മോശമായിരിക്കുന്ന കരുതിയിട്ട് ദേവന്മാരൊക്കെ പിരിഞ്ഞ്, എന്നിട്ട് അവരെന്ത് ചെയ്തു? നേരെ മഹാദേവന്റെ അടുത്ത് എത്തിയിട്ട് പോയി പറഞ്ഞു. കൈലാസാദ്രിയെ പ്രാപിച്ച് അവരെന്ത് ചെയ്ത്? ഭഗവാനെ ദർശിച്ച് വന്ദിച്ചിട്ട് പ്രശ്നം ഭഗവാന്റെ തിരുസന്നിധിയിൽ പറഞ്ഞു. ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, തുടക്ക പൂജ അഗ്രപൂജ ആർക്കാണ് അർഹമായിട്ടുള്ളത്, അതിനെന്താണ് പോംവഴി എന്നുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ സമക്ഷം പറഞ്ഞു. കൈലാസനാഥൻ്റെ അഗ്രാധികാര പ്രശ്നം ഗുരുതരമായ ഒന്ന് തന്നെയാണ്, അല്ലേ? അഗ്രപൂജ എന്ന് പറയുന്ന അധികാരം അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. അത്ര പെട്ടെന്ന് അത് മഹാദേവന് പോലും ഒരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നില്ല. 3 നയനങ്ങളും 3 കണ്ണുകളും അടച്ചുകൊണ്ട് ഇരുന്ന മഹാദേവൻ പ്രശ്നപരിഹാരത്തിനൊരു മാർഗം നന്നായിട്ട് ആലോചിച്ചു. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം. ദേവന്മാരെ, അഗ്രപൂജയ്ക്ക് അർഹനായ ദേവൻ ആരാണെന്ന് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആരാ പറഞ്ഞത്? നമ്മുടെ മഹാദേവൻ. അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് അതൊരു മത്സര പരീക്ഷണത്തിൽ കൂടി മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ഈശ്വര മുഖത്ത് നിന്ന്, അതായത് മഹാദേവന്റെ മുഖത്ത് നിന്ന് വന്ന ആ ഒരു മത്സര വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാ ദേവന്മാരും ഭയങ്കര ആശ്ചര്യപ്പെട്ടു. ദേവന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ തുടങ്ങി. ഭഗവാൻ നിശ്ചയിക്കുന്ന മത്സരം എന്തായിരിക്കും? ഇതായി പിന്നെ എല്ലാവരുടെയും ചിന്ത. എന്തായിരിക്കും ഭഗവാൻ നിശ്ചയിക്കാൻ പോകുന്ന, മഹാദേവൻ നിശ്ചയിക്കാൻ പോകുന്ന മത്സരം? അതറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഭഗവാൻ ഇരിക്കുകയാണ്. എന്തിനാണ് ഈ മത്സരം വെച്ചിരിക്കുന്നത്? അഗ്രപൂജ, തുടക്ക പൂജ എങ്ങനെയായിരിക്കണം, ആർക്കായിരിക്കണം, അതിന് അർഹതപ്പെട്ട ദേവൻ ആരാണ്? ഇതായിരുന്നു ഇവരുടെ സംശയം. അങ്ങനെ ഭഗവാൻ മഹാദേവന്റെ തിരുസന്നിധിയിലെത്തിയ ദേവന്മാർ എന്താണ് മഹാദേവൻ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി നോക്കിയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ കേട്ട രീതി വേറെയാണ്. അത് നിങ്ങൾക്ക് സ്കന്ദപുരാണം എടുക്കുമ്പോൾ മനസ്സിലാവും. ദേവന്മാരെ, നാം നടത്താൻ ഉദ്ദേശിക്കുന്ന മത്സരം വളരെ ലളിതമാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വാഹനങ്ങളിൽ, എല്ലാ ദേവന്മാർക്കും വാഹനമുണ്ട്, അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ വാഹനങ്ങളിൽ ലോകപ്രദക്ഷിണം ചെയ്യേണ്ടതാണ്. ലോകപ്രദക്ഷിണം കഴിഞ്ഞ് ആദ്യമായിട്ട് ആരിവിടെ മടങ്ങിയെത്തുന്നോ ആ ദേവനായിരിക്കും പ്രഥമ പൂജ എന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഇത് ഇക്കഥ എനിക്കറിയാം എന്ന് പറഞ്ഞു പോകരുത്. ഇതിനിടയിൽ വേറെയും കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് അതായിരിക്കും, ആ ദേവനായിരിക്കും ആദ്യത്തെ പൂജ നൽകേണ്ടത് എന്ന് പറഞ്ഞു. ഭഗവാൻ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞപ്പോൾ ഭഗവാൻ നിശ്ചയിക്കുന്ന മത്സരം വളരെ ലളിതമാണ്. വിജയം കൈവരിക്കാൻ ഒരു പ്രയാസവും ഇല്ല. എല്ലാ ദേവന്മാരും ചിന്തിച്ചു. ഓരോ ദേവന്മാരും വളരെ ആത്മവിശ്വാസത്തോടെ സ്വയം അങ്ങ് സമാധാനിച്ചു. എൻ്റെ കയ്യിലുള്ള വാഹനം വളരെ സ്പീഡാണ്, വേഗം പോയിട്ട് വരാം എന്ന് നിശ്ചയിച്ചു. ഓരോരുത്തരും അവരവരുടെ വാഹനമായ ആനയുടെ പുറത്ത് കയറേണ്ടവർ ആനയുടെ പുറത്ത്, സിംഹത്തിൻ്റെ പുറത്ത് കയറേണ്ടവർ സിംഹത്തിൻ്റെ പുറത്ത്, പോത്ത്, കലമാൻ, ഹംസം, ഹർഷ്വം, നരി, പുലി, നായ, അങ്ങനെ ആരുടെയൊക്കെ വാഹനം അവിടെ ഉണ്ടോ ആ വാഹനങ്ങളുടെയൊക്കെ പുറത്ത് കയറിയിട്ട് നേരെ ലോകപ്രദക്ഷിണത്തിനായിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട് അങ്ങോട്ട് യാത്ര തിരിച്ചു. വിവിധ വാഹനങ്ങളിൽ ഭയങ്കര ആരൂഢമായിട്ട് അധികാര കൊതിയോടുകൂടി ഓടുന്ന ദേവന്മാരുടെ മത്സരപ്പാച്ചിൽ കണ്ടിട്ട് മഹാദേവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു കൈലാസത്തിൽ. പക്ഷേ ദേവന്മാരുടെ ആ ഒരു ഓട്ടത്തിൽ ഗണപതി ഭഗവാൻ പങ്കുചേർന്നില്ല. അദ്ദേഹം ആ ഓട്ടപ്രദക്ഷിണത്തിൽ പങ്കുചേർന്നില്ല. അദ്ദേഹത്തിന്റെ വാഹനമായ മൂഷികന് മറ്റ് ദേവന്മാരുടെ വാഹനങ്ങളോട് ഒപ്പം ഓടിയെത്താനുള്ള കഴിവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മേ ബി വിഘ്നേശ്വരൻ അവിടെ ഇരുന്നു. വിഘ്നേശ്വരന്റെ വാഹനം എലിയാണ്. അദ്ദേഹം ചിന്തിച്ചു, എൻ്റെ വാഹനം എലിയാണ്, എൻ്റെ വാഹനം എപ്പോൾ ഓടിയെത്താനാണ്, അവരൊക്കെ പോയിട്ട് വരട്ടെ എന്ന് ചിന്തിച്ചിട്ടായിരിക്കണം അദ്ദേഹം അവിടെ ഇരുന്നത്. ഗണനാഥന്റെ മനോഗതം, നമ്മുടെ വിഘ്നേശ്വരന്റെ മനോഗതം എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. പിന്നെയോ അധികാര സ്നാനം മോഹിച്ച് പരക്കം പായുന്നത് അപഹാസ്യമാണ്. ഇത് കലിയുഗത്തിലെ നമ്മളും കൂടി പഠിക്കേണ്ട വലിയൊരു വസ്തുതയാണ്. എന്താണ്? അധികാര സ്ഥാനം മോഹിച്ചിട്ട് പായുക എന്ന് പറഞ്ഞാൽ അപഹാസ്യമാണ്. അങ്ങനെ ഒരു അധികാര സ്ഥാനം നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഓടിപ്പിടിച്ച് നേടിയെടുക്കേണ്ട ഒന്നല്ല അധികാരം എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങിയപ്പം പറഞ്ഞായിരുന്നു അല്ലേ. ഓടിപ്പിടിച്ചൊന്നും നമ്മൾ ഒരിക്കലും അധികാരം നേടിയെടുക്കേണ്ട, അത് കിട്ടില്ല നമുക്ക്. അറിവും യോഗ്യതയുമുള്ള ആളുകളെ തേടി മഹത്തായിട്ടുള്ള ഒരു അധികാര സ്ഥാനം വരും, ഉറപ്പായിട്ടും വരും. നമ്മുടെ പേരിനോടുകൂടി വല്ല പേരും ചേർക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ഡോക്ടർ എന്നോ അഡ്വക്കേറ്റ് എന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പേരൊക്കെ. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഓടണ്ട. അത് നമ്മൾക്ക് ഉചിതമാണെങ്കിൽ ഉചിതമായ രീതിയിൽ ഉചിതമായ ശ്രേഷ്ഠമായ വ്യക്തികളിൽ നിന്ന്, അതേ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നൽകും, ഉറപ്പായിട്ട് ലഭിക്കും, യാതൊരു സംശയവും. നമ്മൾ നമ്മുടെ പേരിനോടൊപ്പം കുറച്ച് വാലുകൾ ചേർത്താൻ വേണ്ടിയിട്ട് അർഹതയില്ലാത്ത വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ആ സെയിം അധികാരത്തിലിരിക്കാത്ത വ്യക്തികളിൽ നിന്ന് നമ്മൾ ഒരിക്കലും അതൊന്നും സ്വീകരിക്കരുത്. അതിൽ യാതൊരു അർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. അധികാരപ്പെടുന്ന വ്യക്തികളിൽ നിന്നാണ് ആധികാരികമായിട്ടുള്ള സ്ഥാനം നമ്മൾ വാങ്ങേണ്ടത്. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാലോചിച്ച് വെക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു അധികാരം ലഭിക്കുമ്പം ആ വ്യക്തിക്ക് ആ അധികാരം ഉണ്ടായിരിക്കണം, എങ്കിലേ അദ്ദേഹത്തിന് അത് നൽകാനുള്ള അധികാരമുള്ളൂ, അല്ലേ? അതാണ് അതിൻ്റെ ശരിയെന്ന് പറയുന്നത്. ഇപ്പം ചിലവരൊക്കെ മെസ്സേജ് ഇടാറുണ്ട്, മാതാജി ഞങ്ങളുടെ ഗുരുവാണെന്ന്. എന്തുകൊണ്ട് ഗുരു എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിന് ഞാൻ അർഹയല്ല എന്ന് പറയുന്നു എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആ ഒരു അധികാരത്തിന് അർഹതപ്പെട്ട ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അല്ലേ? ഉണ്ട് പ്രഭുജി, അതിന് അർഹതപ്പെട്ട ആള് ഇവിടെ മഹാരാജ് എന്ന് പറയുന്ന പേരിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ഗുരു. അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കേണ്ടത്, അല്ലാതെ അതിൻ്റെ താഴെയുള്ള ഞാനല്ല നിങ്ങളുടെ ഗുരു. അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള വ്യക്തിയായ ശ്രീല പ്രഭുപാജിയാണ് അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രഭുപാജിയിൽ നിന്നാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തലയിരിക്കുമ്പോൾ വാലാടരുത്. അതാണ് അതിൻ്റെ ശരി. ക്ലിയർ? അപ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നു, അറിവും യോഗ്യതയുമുള്ള ആളുകളെ തേടി മഹത്തായി എത്തുന്ന ഒരു സ്ഥാനമാണ് അധികാര സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അധികാര സ്ഥാനത്തിന് വേണ്ടി മോഹിച്ച് ഓടരുത്. ഒരു രീതിയിലും നമ്മൾ ആ സ്ഥാനം, ഒരു കുറുക്ക് വഴിയിലും ആ അധികാര സ്ഥാനം നമ്മൾ നേടിയെടുക്കരുത്. അത് ഭഗവാൻ നൽകേണ്ട സമയത്ത് ഉചിതമായ കൈകളിൽ നിന്ന് ഭഗവാൻ ആ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തികളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അല്ലാത്തവരിൽ നിന്ന് നമ്മളത് കിട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, ഏതായാലും ദേവന്മാരുടെ ആ ഒരു മത്സര ഓട്ടവും അധികാര കൊതിയും ധൃതിയും ഒക്കെ ഇവിടെ ഇരുന്ന് കണ്ട് രസിക്കാലോ എന്ന് ആര് കരുതി? നമ്മുടെ ഗണേശൻ കരുതി.
ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഇരുന്ന നമ്മുടെ ഗണപതി ഭഗവാന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഒരു യുക്തിപൂർണമായ ഒരു തീരുമാനം വന്നു. എന്താ ആ തീരുമാനം? കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരൻ, കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരൻ സർവലോക രക്ഷകനാണ്, അല്ലേ? എല്ലാ ലോകത്തെയും രക്ഷിക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ലോകത്രയങ്ങളുടെ പ്രതിബിംബമായും ഭവിക്കുന്നു. ലോകത്തിൻ്റെ പ്രതിബിംബമായി മഹേശ്വരൻ ഇരിക്കുന്നു. അപ്രകാരമുള്ള ത്രൈലോക്യനാഥനെ പ്രദക്ഷിണം വെച്ച് തൊഴുതാൽ ലോകപ്രദക്ഷിണം എന്ന് പറയുന്ന ഫലം ഉറപ്പായും നമുക്ക് ലഭിക്കും. യുക്തിയുക്തമായ ഈ ഒരു തീരുമാനത്തിലെത്തിയ ഭഗവാൻ എന്തു ചെയ്തു? ഭഗവാൻ വിഘ്നേശ്വരൻ തൻ്റെ വാഹനമായ എലി മൂഷികന്റെ പുറത്ത് കയറിയിട്ട് അതിൻ്റെ മുകളിൽ ആരൂഢനായി ഇരുന്നു കൊണ്ട് ഈശ്വരനെ, മഹാദേവനെ പ്രദക്ഷിണം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ തിരുസന്നിധിയിലെത്തി നിന്നു. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, എന്താ ഗണപതി, നീ ലോകപ്രദക്ഷിണം പൂർണ്ണമാക്കിയോ എന്ന് ചോദിച്ചു. ആശ്ചര്യത്തോടെയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ വിഘ്നേശ്വരൻ പറയാണ്, ഉവ്വ് ദേവാ, ഞാൻ ലോകപ്രദക്ഷിണം കഴിഞ്ഞ് മടങ്ങി വന്നിരിക്കുകയാണ്. ഒട്ടും മടികൂടാതെയാണ് വിഘ്നേശ്വരൻ ഈ ഒരു ഉത്തരം പറയുന്നത്. എന്ത്? വിനായകൻ ലോകപ്രദക്ഷിണം പൂർണ്ണമാക്കിയെന്നോ? ഈ കൈലാസാദ്രിയെ വിട്ടിട്ട് എവിടെയും പോയി ചുറ്റി സഞ്ചരിക്കാത്ത ഇരിക്കുന്ന നീ എങ്ങനെയാണ് മത്സരം കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് വന്നെന്ന് പറയുന്നത്? എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എല്ലാം അറിയുന്ന മഹേശ്വരൻ ഒന്നും അറിയാത്ത ഒരാളെ പോലെയാണ് ഗാഢമായി ചിന്തിച്ചിരിക്കുകയാണ്. ഈ ഗണപതി ഈ കൈലാസാദ്രികൾ വിട്ടിട്ട്, അദ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം, മല, കൈലാസത്തിൻ്റെ മലകളൊന്നും വിട്ടിട്ട് എങ്ങോട്ടും പോയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ലോകപ്രദക്ഷിണം കഴിഞ്ഞ് വന്നു എന്ന് പറയുന്നത്? ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് എല്ലാം അറിയാം. ലോകപ്രദക്ഷിണം കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൈലാസത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അവിടെ യാതൊരു ചലനവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിഘ്നേശ്വരൻ. ഒരനക്കവും ഇല്ല. ആ ദേവന്മാരെല്ലാം ഗണപതിയെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. ഇതെന്താണ് ഗണപതി, ചഞ്ചലം ഒന്നും ഇല്ലാതിരിക്കുന്ന, ഒരു അനക്കവും ഇല്ലാതിരിക്കുകയാണല്ലോ ഗണപതി. മത്സരത്തിൽ പങ്കെടുത്തില്ലേ? ദേവന്മാർ ചോദിച്ചു. അത് എപ്രകാരമാണ് അറിയേണ്ടത്? അറിയാതിരിക്കുന്നത് ഉചിതമല്ല, അറിയണം, ഉറപ്പായിട്ടും അറിയണം. എങ്ങനെയാണ് അദ്ദേഹം ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കാതെ ഇവിടെ ഇങ്ങനെ ഒരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്നത്? അതറിയണം, അറിഞ്ഞേ പറ്റൂ, അന്വേഷിക്കണം. അല്ലയോ ഗണനാഥ, അങ്ങ് എന്താണ് മത്സരത്തിൽ പങ്കുചേരാതിരിക്കുന്നത്? ദേവന്മാർ ഗണപതിയോട് ചോദിച്ചു. നിങ്ങൾ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? മത്സരത്തിൽ ഞാൻ പങ്കുചേർന്നില്ലെന്നോ? ലോകപ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് ഞാൻ മടങ്ങിയെത്തിയിട്ട് എത്ര സമയമായെന്നറിയാമോ? ഞാൻ മത്സരമൊക്കെ പങ്കെടുത്തിരുന്നു. ഒരു കൂസലും ഇല്ലാതെ നമ്മുടെ വിഘ്നേശ്വരൻ പറയാണ്. എന്നിട്ട് വഴിയിൽ എവിടെയും വെച്ച് അങ്ങേ ഞങ്ങൾ കണ്ടില്ലല്ലോ. ദേവന്മാരുടെ അടുത്ത സംശയം. തങ്ങളുടെ ഒന്നാം സ്ഥാനം തെറിച്ചെങ്കിലോ എന്നോർത്തുള്ള ആ ഒരു പേടിയും കൂടെ ദേവന്മാർക്കുണ്ട്. അവർ ആ സംശയം കൂടെ വെച്ചിട്ട് പറയണം, വഴിയിലൊന്നും അങ്ങേ കണ്ടില്ല, പിന്നെ അങ്ങ് എങ്ങനെയാണ് വരുന്നത്? ഒരു രക്ഷയില്ല, അങ്ങ് എന്തോ പ്രശ്നമുണ്ട് ഇതിൽ. ദേവന്മാരാകെ സ്റ്റക്കായി. മത്സരം എന്ന് കേട്ട മാത്രയിൽ, ശ്രദ്ധിച്ചു കേട്ടോളൂ, മത്സരം എന്ന് പറയുന്ന വാക്ക് കേട്ട ആ നിമിഷം അധികാര കൊതിയോടെ നിങ്ങളെ പോലെ വാഹനത്തിൻ്റെ മുകളിൽ ചാടി കയറി ഓടിയിരുന്നെങ്കിലല്ലേ വഴിയിൽ വെച്ചിട്ട് എന്നെ കാണാൻ പറ്റൂ. മത്സരം എന്ന് കേൾക്കലും കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ കയറലും കഴിഞ്ഞ് ചാടി ഓടി പോവുകയും ചെയ്തു. എങ്ങനെ പോയെങ്കിലല്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂ? ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാർ അപ്പോൾ താങ്കൾ മത്സരത്തിൽ പങ്കെടുത്തില്ലേ എന്ന് ചോദിച്ചു. ആ ദേവന്മാർക്ക് ഭയങ്കര ആകാംക്ഷ കൂടി വന്നു. ഉവ്, ഞാൻ മത്സരത്തിൽ പങ്കെടുത്തു, ഞാൻ വിജയിച്ചു, ഞാൻ പങ്കെടുക്കുകയും ചെയ്ത് ഞാൻ വിജയിക്കുകയും ചെയ്ത്. അപ്പോൾ ദേവന്മാർ ചോദിക്കുകയാണ്, വാഹനത്തിൽ കയറി ഭൂലോക പ്രദക്ഷിണം വെക്കാത്ത അങ്ങ് മത്സരത്തിൽ വിജയിച്ചു എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങയുടെ വാഹനത്തിൽ അങ്ങ് കയറിയിട്ടില്ല, വഴിയിലൊന്നും വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല, ലോക പ്രദക്ഷിണം നടത്താൻ വന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങ് ജയിച്ചു എന്ന് പറയുന്നത്? എന്ത് യുക്തിയാണ് അങ്ങ് പറയുന്നതിലുള്ളത്? അപ്പൊ ഗണപതി ഭഗവാൻ പറയാണ്, എന്തുകൊണ്ടായിക്കൂടാ? യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവന് വിജയം സുനിശ്ചിതമാണ്. നമ്മൾ വിജയിക്കണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. വിഘ്നേശ്വരൻ പറയുന്ന കാര്യമാണ്. വിഘ്നേശ്വരന് പോയി നാളികേരം ഉടയ്ക്കുമ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന ആൻസറാണ്.
യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കണം, അങ്ങനെ ജീവിക്കണം. അല്ലാതെ ഞാൻ വിഘ്നേശ്വരന് നാളികേരം ഉടച്ചു, എൻ്റെ വിഘ്നങ്ങളെല്ലാം പോയി, അല്ല. ഭഗവാൻ നൽകുന്ന ആ മറുപടിയും കൂടെ നമ്മൾ നമ്മുടെ ശിരസിലേക്ക് വെക്കണം. യുക്തി വേണം, ബുദ്ധി വേണം. അല്ലാതെ എന്ന് കേൾക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നം വരുന്നുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പോയി വാളെടുത്ത് വെട്ടിക്കീറാനും വഴക്കിടാനും നിൽക്കരുത്. ശരി, സമാധാനമായിട്ടിരിക്കുക, സൈലന്റ് ആയിട്ടിരുന്ന് എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാം. അവരുടെ വീട്ടിലോ ഇവരുടെ വീട്ടിലോ വിളിക്കുകയും പോവുകയും മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും വഴക്കിടുക, ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല. സമാധാനത്തോടു കൂടി പ്രശ്നത്തെ കൈകാര്യം ചെയ്യാം, യുക്തിപരമായി ബുദ്ധിയോടുകൂടി പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക. എങ്കിൽ നമുക്ക് നമ്മളുടെ മക്കളുടെ കാര്യത്തിലായാലും ശരി, ഭർത്താവിൻ്റെ കാര്യത്തിലായാലും ശരി, ഭാര്യയുടെ കാര്യത്തിലായാലും ശരി, അച്ഛനമ്മമാരുടെ, സഹോദരങ്ങളുടെ, അയൽവക്കക്കാരുടെ, ജോലി സ്ഥലത്തെ, സ്വന്തം ജീവിതത്തിലെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഒന്നും സോൾവ് ആവില്ല. ഒരു സാമ്പാർ അവിയൽ പരിവമാവും. പിന്നെ തെറ്റൊന്നും ചെയ്യാതെ കാരണക്കാരായി മാറും. അവസാനം മരണത്തിന് കീഴ്പ്പെടും. നമ്മളുടെ അറിവ്, നമ്മളുടെ കഴിവ്, നമ്മളുടെ ശാരീരിക സൗന്ദര്യം, നമ്മളുടെ ജോലി, നമ്മുടെ സ്ഥാനം എല്ലാം കണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ വളരെ പ്രശ്നമാണ്. അതിലൂടെ നമുക്കറിയാത്ത പല വ്യക്തികളും നമ്മളെ കോണ്ടാക്ട് ചെയ്യും, നമ്മളെ പുകഴ്ത്തും, നമ്മൾക്ക് ഭയങ്കര ചങ്ക് പറിച്ചു തരും, കുറെ ഗിഫ്റ്റുകൾ അയച്ചു തരും, പല സൗഹൃദ ബന്ധങ്ങൾ വെക്കും. കാരണം ഈ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഒരു നെറ്റ്വർക്ക് ചെയിനാണ്. ഇന്ന ആളുടെ ഫ്രണ്ട് ആണെങ്കിൽ അത്ര ഫ്രണ്ട്, ഇന്ന ആളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇത്ര ഫ്രണ്ട്, ഇങ്ങനെ പോകും. ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് നേരെ കുറെ കമൻസ്, അങ്ങനെയൊക്കെ വന്ന് അവസാനം സ്ത്രീകളായാലും പുരുഷന്മാരും ചെന്ന് പോയി ഒരു കുരുക്കിൽ ചെന്ന് പെട്ട് ലാസ്റ്റ് എന്ത് സംഭവിക്കും? ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവിടെ അനാഥമാവുന്നത് നമ്മുടെ കുടുംബവും നമ്മുടെ കുട്ടികളുമായിരിക്കും. അതുകൊണ്ട് യുക്തിയോടുകൂടിയും ബുദ്ധിയോടുകൂടിയും ജീവിതത്തെ സമീപിക്കണം. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ വിഘ്നേശ്വരനും പറയുന്നത്. പദവിയും തിരക്കി അതിൻ്റെ പിന്നാലെ പായേണ്ട കാര്യം അതെനിക്കില്ല. വിഘ്നേശ്വരൻ പറയാണ്, പദവി തേടിയിട്ട് അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം എനിക്കില്ല. എന്നാൽ സ്ഥാനം അത് നമ്മളെ തേടി വരും. യുക്തിയോടും ബുദ്ധിയോടും കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പദവി തേടി ഓടേണ്ട കാര്യമില്ല. അവർ അർഹിക്കുന്ന സ്ഥാനം അവരെ തേടി വന്നിരിക്കും, യാതൊരു സംശയവും ഇല്ല. വന്നിരിക്കും, നിശ്ചയമാണ്. അപ്പൊ ദേവന്മാര് പറയാണ്, അങ്ങ് പറയുന്ന യുക്തി ഒരു പക്ഷേ വാദത്തിന് നിരക്കുന്നതായിരിക്കാം. സംസാരിച്ച് തോൽപ്പിക്കാൻ അങ്ങ് പറയുന്ന യുക്തി ഓക്കെയാണ്, സമ്മതിച്ചു. എന്നാൽ ലോക പ്രദക്ഷിണം എന്ന് പറയുന്ന മത്സരത്തിന് ആ കാര്യം അങ്ങ് മറന്നുപോയി. അങ്ങ് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ലോകപ്രദക്ഷിണം എന്ന് പറയുന്ന ഒരു മത്സരം ഇവിടെ നടന്നല്ലോ, ആ കാര്യത്തിന് ഈ യുക്തിയും ഈ വാദവും ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗണപതി ഭഗവാൻ പറയാണ്, ഞാൻ മറന്നുവെന്നോ? ലോകപ്രദക്ഷിണം എന്ന് പറയുന്ന മത്സരം ഞാൻ മറന്നെന്നോ? ഹേയ്, അതെങ്ങനെയാ ഞാൻ മറക്കുക? നിങ്ങളെ പോലല്ലേ ഞാനും കേട്ടുകൊണ്ടിരുന്നത്, ഞാൻ മറന്നിട്ടൊന്നുമില്ല. അപ്പൊ ദേവന്മാര് പറയാണ്, അങ്ങ് കൈലാസാദ്രിയെ വിട്ട് വേറെ എവിടെയും പോയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങ് അങ്ങനെ പറയുന്നത്? ഈ കൈലാസത്തിൽ തന്നെയല്ലേ അങ്ങ് ഉണ്ടായിരുന്നത്, ലോകപ്രദക്ഷിണമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അപ്പൊ ഗണപതി ഭഗവാൻ പറയാണ്, അയ്യോ, കൈലാസാദ്രിയിൽ തന്നെ സർവ്വലോകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. കൈലാസാദ്രിയിൽ സർവ്വലോകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോഴും വിഘ്നേശ്വരൻ ചോദിച്ചു, യുക്തിയും വേണം ബുദ്ധിയും വേണം നമ്മളൊരു പ്രശ്നത്തെ സമീപിക്കുമ്പോൾ. ഇവിടെ യുക്തിയും ബുദ്ധിയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കൈലാസാദ്രിയിൽ തന്നെ സമസ്ത ലോകങ്ങളും കുടികൊള്ളുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ദേവന്മാര് പറയാണ്, എന്ത് ത്രൈലോക്യങ്ങളിലും കൈലാസം സ്ഥിതി ചെയ്യുന്നെന്നോ? ഒറ്റ മിനിറ്റ് കേട്ടോ അമ്മേ, ഒരു ഹെൽപ്പ് ചെയ്യോ? ആ പയറ് തോരൻ വെക്കാമോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ പറയാണ്, കാരണം നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴത്തെ ലേറ്റ് ആവും, അതുകൊണ്ടാണ്. അത് എടുത്തില്ലേ? അപ്പൊ പറയാണ്, കൈലാസാദ്രിയിൽ തന്നെ എല്ലാ ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നെന്നോ? അതെങ്ങനെ സംഭവിക്കും? അപ്പം വിഘ്നേശ്വരൻ പറയാണ്, അതെ, തീർച്ചയായിട്ടും കൈലാസാദ്രിയിൽ സമസ്ത ലോകങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ ദേവന്മാര് അതെങ്ങനെ, അത് പറഞ്ഞു തരൂ. അപ്പൊ വിഘ്നേശ്വരൻ പറയാണ്, കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരൻ ത്രൈലോക്യനാഥനാണ്, അല്ലേ? നമ്മളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ത്രൈലോക്യനാഥൻ, ദേവദേവൻ.
ആലോചിച്ച് നോക്കിക്കേ, കൈലാസനാഥനായ ഭഗവാൻ പരമേശ്വരൻ ത്രൈലോക്യനാഥനാണ്. അപ്രകാരമല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാദിച്ചു ജയിക്കാൻ പറ്റൂ? ദേവന്മാരോട് വിഘ്നേശ്വരൻ ചോദിച്ചു. അപ്പൊ ആകെപ്പാടെ ദേവന്മാരൊരു പരുങ്ങലായി. എങ്ങനെ പറയും ഇല്ല എന്ന് ആകെ പരുങ്ങാൻ തുടങ്ങി. യുക്തിയുക്തമായ ഗണേശ്വരന്റെ ആ ഒരു സംസാരം അവരുടെ നാവടക്കി കളഞ്ഞു. ആകെപ്പാടെ അവർ പെട്ടു. മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച അവര് സമ്മതഭാവത്തിൽ അങ്ങ് നിന്നു. ശരിയാണ്, കൈലാസനാഥൻ ത്രൈലോക്യനാഥൻ തന്നെയാണ്. ദേവന്മാരങ്ങ് മിണ്ടാതിരുന്നു. യുക്തിയുക്തമായിട്ടാണ് സംസാരിക്കുന്നത് വിഘ്നേശ്വരൻ. അപ്പൊ ഗണേശ്വരൻ പറയാണ്, ലോകത്രയാധാരദേവനായ ശ്രീ കൈലാസനാഥനെ പ്രദക്ഷിണം വെച്ചിട്ട് വന്ദിച്ച ഞാൻ ത്രിലോകങ്ങളെയും പ്രദക്ഷിണം വെക്കുന്നതിൽ വിജയം കൈവരിച്ച് പ്രഥമ പൂജാവകാശിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹരിബോൽ. എന്താ പറയുന്നത്? ലോകത്രയാധാരദേവനായ ശ്രീ കൈലാസനാഥനെ പ്രദക്ഷിണം വെച്ച് വന്ദിച്ച ഞാൻ, അതായത് വിഘ്നേശ്വരൻ, ത്രിലോകങ്ങളെയും പ്രദക്ഷിണം ചെയ്യുന്നതിൽ വിജയം കൈവരിച്ചിട്ട് പ്രഥമ പൂജാവകാശിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭഗവാൻ പരമേശ്വരനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നതിൽ കൂടി സർവലോക പ്രദക്ഷിണ ഫലം സിദ്ധിക്കുമെന്നുള്ള അനിഷേധ്യമായ തത്വം ഒരു ചെറിയ പരീക്ഷണത്തിൽ കൂടി ഗണേശൻ ലോകത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞു. ഹരേ കൃഷ്ണ, ഹരിബോൽ. ഇനി മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആലോചിക്കുക, ഭഗവാൻ പരമേശ്വരനെ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചാൽ സർവലോക പ്രദക്ഷിണം, എല്ലാ ലോകത്തെയും പ്രദക്ഷിണം വെക്കുന്നതിനുള്ള ഫലം, അങ്ങനെയുള്ള ഒരു ഫലമാണ് നമുക്ക് ഗണേശ്വരനെ മഹാദേവനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത് എന്നുള്ള വലിയ തത്വമാണ് ചെറിയൊരു പരീക്ഷണത്തിൽ കൂടി വിഘ്നേശ്വരൻ ലോകത്തിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം മഹാപണ്ഡിതനായ സൂത മഹർഷി ശൗനക മഹർഷിയോട് പറയാണ്, അല്ലയോ ശൗനക മുനെ, ബുദ്ധിപരമായ വിഘ്നേശ്വരന്റെ നേട്ടം അദ്ദേഹത്തിനെ പ്രഥമ സ്ഥാനത്തിന് അർഹനാക്കി. ബുദ്ധിപരമായിട്ടുള്ള ഗണേശ ഭഗവാന്റെ സംസാരം, ആ നേട്ടം അദ്ദേഹത്തിനെ പ്രഥമ സ്ഥാനത്തിന്, ആദ്യത്തെ സ്ഥാനത്തിന് അദ്ദേഹത്തെ അർഹനാക്കി. അദ്ദേഹത്തിന്റെ പ്രവൃത്തി, വാക്കുകൾ ഇതൊക്കെ സത്യത്തിൻ്റെത് മാത്രമായതുകൊണ്ട് ആർക്കും അത് നിഷേധിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭഗവാൻ വിഘ്നേശ്വരൻ ആദി പൂജാ സ്ഥാനമർഹിക്കുന്ന പ്രഥമ ദേവ പ്രാഥമികനായി ഭവിച്ചു. ഹരേ കൃഷ്ണ, ഹരിബോൽ. ജയ് ജയ് ഗണപതി ഭഗവാൻ കി ജയ്, വിഘ്നേശ്വർ കി ജയ്. ഓം ഗണപതേ നമഃ. ഹാപ്പി. അങ്ങനെ സൂത മഹർഷി പറയാണ്, വിഘ്നേശ്വര ചരിതത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലയോ മഹാമുനി, ഞാൻ നിങ്ങളോടിപ്പം പറഞ്ഞത് ഒരു നടന്ന കഥയാണ്. ഓക്കെ, വാസ്തവത്തില് ഉന്നത പദവിക്ക് അർഹനായ ദേവൻ ഗണേശ്വരൻ തന്നെ എന്നതിൽ ഒരു സംശയവും ഇല്ല. അദ്ദേഹമാണ് ഉന്നത പദവിക്ക് അർഹനായിരിക്കുന്നത്. ഉന്നതന്മാരെന്ന് നമ്മൾ കരുതി ആരാധിക്കുന്ന ദേവന്മാരുടെ ഒക്കെ കർമ്മ വിഘ്നങ്ങൾ തീർത്തിട്ടുള്ള മഹാദേവനാണ് ഗണനാഥൻ. ഉന്നതന്മാരെന്ന് കരുതി നമ്മൾ ആരാധിക്കുന്ന ദേവന്മാരുടെ പോലും കർമ്മ വിഘ്നങ്ങൾ തീർക്കുന്ന ദേവനാണ് ആര്? വിഘ്നേശ്വരൻ. അതുകൊണ്ടാണ് ഏത് ദേവനെ പൂജിക്കുന്നതിനേക്കാൾ മുൻപേയും വിഘ്നേശ്വരൻ ഒരു പൂജ കൊടുക്കും. ഗണപതി ഹോമം ചെയ്യാതെ ഒന്നും നടക്കില്ല. ഇനി അത് മറന്നുപോയാലോ? പണി പാലും വെള്ളത്തിൽ വരും. എങ്ങനെ വരും? അതും കൂടി നോക്കാം. കർമ്മ വിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് എല്ലാവരെയും ഒരുപോലെ പാലിച്ചുകൊണ്ട് മറ്റൊരു ദേവന്മാർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കർമ്മവിഘ്നങ്ങളൊക്കെ അകറ്റിയിട്ട് എല്ലാവരെയും ഒരുപോലെ പാലിച്ച് അരുളുന്നതിന് ഒരു ദേവന്മാർക്കും ശക്തിയില്ല, സാധിക്കില്ല. മഹാശക്തനായ ഗണേശ്വരൻ, നമ്മുടെ വിഘ്നേശ്വരൻ, ദയാശീലനും ആശ്രിത വത്സലനുമാണ്. അദ്ദേഹം ദയാശീലനാണ്, ആശ്രിത വത്സലനാണ്. ശിവസമുദ്ഭവനെങ്കിലും, ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതെങ്കിലും ഗണനായകൻ പക്ഷഭേദമന്യേ എല്ലാ ദേവന്മാരെയും ഒരുപോലെ കാത്തുരക്ഷിക്കുന്ന കാരുണ്യവാരിധിയാണ്. മഹാദേവനിൽ നിന്നാണ് ഉത്ഭവിച്ചതെങ്കിലും എല്ലാ ദേവന്മാരെയും അദ്ദേഹം ഒരുപോലെ
കാത്തുരക്ഷിക്കുന്ന കാരുണ്യവാരിധിയാണ് ആര്? വിഘ്നേശ്വരൻ. അദ്ദേഹത്തെ സ്മരിക്കുന്ന ഭക്തന്മാർക്ക് ഒരു കാരണവശാലും സങ്കടങ്ങൾ ഉണ്ടാവില്ല. ഒരു കാരണവശാലും അദ്ദേഹത്തെ സ്മരിക്കുന്ന ഭക്തർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല. അഥവാ ഉണ്ടായാൽ തന്നെയും അവരുടെ രക്ഷയ്ക്കായിട്ട് ഭഗവാൻ വിനായകൻ ഓടിയെത്താതിരിക്കില്ല. കാരണം അത്രയും ആശ്രിത വത്സലനാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഭക്തർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ അദ്ദേഹം ഓടിയെത്താതിരിക്കില്ല, ഓടിയെത്തിയിരിക്കും അദ്ദേഹം, യാതൊരു സംശയവും. ഇത് കേട്ടപ്പോഴേക്കും, സൂതമഹർഷി പറയുന്നത് കേട്ടപ്പോഴേക്കും ശൗനകമുനിക്ക് രോമാഞ്ചം വന്നു എന്നാ പറയുന്നത്. മഹർഷി വരിക വിഘ്നരാജന്റെ മഹാത്മ്യമേറിയ കഥകൾ വായിച്ച് ഞങ്ങൾക്കതെല്ലാം അറിയാനുള്ള അനുഗ്രഹം നൽകണം, ഞങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ ദാഹിക്കുകയാണ്. ഗുരുവായൂർ മഞ്ജരീസിൽ ഓരോരുത്തരും വിഘ്നേശ്വരന്റെ ആ ഒരു മഹാത്മ്യമേറിയ കഥകൾക്കായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുകയാണ് അല്ലേ. ദയവ് ചെയ്ത് എന്ത് ചെയ്യണം? സൂതമഹർഷി ഞങ്ങൾക്കതൊക്കെ പറഞ്ഞു തരൂ, വിഘ്നേശ്വരന്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് എല്ലാ പുരാണങ്ങളും പറഞ്ഞു തരൂ, ഗുരുവായൂർ മഞ്ജരീസിന്റെ സൂതമഹർഷി പറഞ്ഞു തരൂ. എന്നിട്ടോ ഏത് ഗ്രന്ഥത്തിലാണ് ഈ കഥകളൊക്കെ ഉള്ളത് അത് നമുക്കറിയണ്ടേ. പുരാണം എന്ന മഹാസാഗരത്തിലെ സർവ്വ മുത്തുക്കളും വാരിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സാധിക്കില്ല. സൂതമഹർഷി സർവജ്ഞാനിയാണ്, അദ്ദേഹത്തിന് അത് സാധിക്കും. അതുകൊണ്ട് ഗണേശ്വര കഥാമൃതം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്താണ്? ഗണേശ്വര കഥാമൃതം. അതിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഗണേശ്വര കഥാമൃത പുരാണത്തിലൂടെ നമ്മൾ വിഘ്നേശ്വരനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോവാണ്. അപ്പൊ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ സൂതമുനി ഒന്ന് ചിരിച്ചു. ഹേ ശൗനക, ഭഗവാൻ വിഘ്നേശ്വരന്റെ പുണ്യചരിതം വളരെ വിപുലമായ മഹാസാഗര പുരാണമാണ്. എന്താ പറയുന്നത്? ഭഗവാൻ വിഘ്നേശ്വരന്റെ പുണ്യചരിതമായ ഗണേശ്വര കഥാമൃത പുരാണം എന്ന് പറയുന്നത് മഹാസാഗരമാണ്. അത് പൂർണ്ണമായിട്ടും പറയാനുള്ള കഴിവ് ഈ ത്രിലോകങ്ങളിൽ തന്നെ ആർക്കുമില്ല, ഒരാൾക്കും ഇല്ല. എന്തെന്നാൽ എന്തുകൊണ്ടാണ്? സർവാഭീഷ്ടപ്രദായകനായ വിഘ്നേശ്വരന്റെ മഹാചരിതം അനന്തമാണ്. വിഘ്നേശ്വരന്റെ മഹാചരിതം അനന്തമാണ്. സർവലോക സമുന്നതന്മാരും മഹായോഗീവര്യന്മാരും ഒരുപോലെ അംഗീകരിച്ചിട്ടുള്ള അനിഷേധ്യ തത്വമാണ് ഗണേശ്വര കഥാമൃത പുരാണം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല, മനസ്സിലാക്കിയെടുക്കാനും ത്രിലോകങ്ങളിൽ ആരെക്കൊണ്ടും സാധിക്കില്ല. അഗ്രപൂജാർഹനായ ഗണനാഥൻ, തുടക്കം അതായത് ഫസ്റ്റത്തെ പൂജ അർഹിക്കുന്ന ഗണനാഥൻ എല്ലാ ദേവന്മാരുടെയും ചരിതങ്ങളിലും ചരിത്രങ്ങളിലും അതിവേഗം വളരെ ശോഭയോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന ദേവസ്വരൂപമാണ്. എല്ലാ ദേവന്മാരുടെ ചരിതങ്ങളിലുമുണ്ട് നമ്മുടെ വിഘ്നേശ്വരൻ. ഏകബ്രഹ്മമായി വിലസുന്ന ഏകദന്തദേവൻ, ഏകബ്രഹ്മമായി വിലസുന്ന ഏകദന്തദേവൻ, ദന്തം പല്ല്, സർവരെയും അതുപോലെ സർവത്തെയും ത്യജിക്കുന്നതിന് സർവസമർത്ഥനാണ്. ശ്രദ്ധിച്ചു കേട്ടോ, സർവത്തെയും ത്യജിക്കുന്നതിന് സർവസമർത്ഥനും കൂടിയാണ്. എന്നാൽ അദ്ദേഹത്തെ കൂടാതെ ഒരു കാര്യങ്ങളും നടക്കില്ല, ഒന്നും നടക്കില്ല അദ്ദേഹത്തെ കൂടാതെ. പ്രപഞ്ച ജീവജാലങ്ങൾ ചലിക്കുന്നത് ഭഗവാൻ ഗണനാഥന്റെ കൃപാ കടാക്ഷത്തിലാണ്. കാരണം വിഘ്നങ്ങൾ വന്നാൽ അത് ചലിക്കില്ല, വിഘ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചലിക്കില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കൃപാ കടാക്ഷം ഉണ്ടാകുമ്പോഴാണ് വിഘ്നങ്ങൾ അകലുന്നത്. ഓക്കെ, കൃഷ്ണൻ തന്നെയാണ് ഇതിനൊക്കെയുള്ള ഓരോ ദേവന്മാർക്കുള്ള ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ദേവന്മാരുടെ ജോലി അവരെന്താണെന്നുള്ളതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊരു ദേവനും അവരുടെ കർമ്മങ്ങൾ വിഘ്നം കൂടാതെ നിർവഹിക്കുന്നതിന് വിഘ്നേശ്വരന്റെ കൃപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിന്ദുമേ, ഗ്യാസ് സിമ്മിൽ വെച്ച് യൂസ് ചെയ്യൂ കേട്ടോ. വിഘ്നേശ്വരന്റെ കൃപ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഹരേ കൃഷ്ണ. ക്ലാസ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു വിശ്വാസം പോരാ.
ക്ലാസ് കഴിയുമ്പോഴത്തേക്കും കുറേ സമയമാവുമല്ലോ. അപ്പം പറയാണ്, അദ്ദേഹത്തെ കൂടാതെ എന്താണ് ഇതാരാ അയാള്, ഏതാളാണ്, ആരാണ്? ഇന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ആരെങ്കിലും? അപ്പം അദ്ദേഹത്തെ കൂടാതെ, വിഘ്നേശ്വരനെ കൂടാതെ ഒരു ദേവനും ഒരു കാര്യവും എന്താ പറയുന്നത്, വിഘ്നം കൂടാതെ ചെയ്തു തീർക്കാൻ കഴിയില്ല. വിഘ്നേശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ദേവന്മാർക്ക് പോലും കാര്യങ്ങൾ വിഘ്നം കൂടാതെ ചെയ്യാൻ സാധിക്കും. അപ്പൊ മനുഷ്യന്റെ കാര്യം പറയണോ? അതുകൊണ്ട് എന്തിനും വിഘ്നേശ്വരന്റെ കൃപ വളരെ അത്യാവശ്യമാണ്. അപ്പോ പറയാണ്, സൂതമഹർഷി പറയാണ് ശൗനക മഹർഷിയോട്, ഹേ ശൗനക മഹർഷി, ഭഗവാൻ വിഘ്നേശ്വരൻ സ്വയം അരുളി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. ശിവേ വിഷ്ണൗ ച ശക്തൗ ച സൂര്യേ മയീ നാരദീപ യാ ഭേദാ ബുദ്ധിർയോഗഃ സ സമഖ്യോഗോ മതേ മമ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താണ്? അല്ലയോ നരേശ്വര, ശിവനും വിഷ്ണുവും ശക്തിയും സൂര്യനും എല്ലാം എൻ്റെ ഭാവത്തിന്റെ നാനാഭേദ ബുദ്ധിയുള്ളതാണ്, ബുദ്ധിയോഗങ്ങളാണ്. അതായത് ഭഗവാന്റെ കൃപാകടാക്ഷത്തിൽ തന്നെയാണ് എല്ലാ വിഘ്നങ്ങളും മാറിക്കൊണ്ട് ഈ ദേവന്മാരെല്ലാം നിൽക്കുന്നത്. എന്നെ കൂടാതെ, ഞാനില്ലാതെ അവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. കാരണം സമസ്തവും ഭഗവാനിൽ ഉള്ളതാണ്. കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് കൃഷ്ണനെയല്ല, ശിവനും വിഷ്ണുവും ശക്തിയും എന്നാണ് പറയുന്നത്, കൃഷ്ണൻ എന്നല്ല കേട്ടോ. അതുകൊണ്ട് അത് മനസ്സിലാക്കണം, കൺഫ്യൂഷൻ ആവരുത്. അപ്പം ഇവർക്കൊന്നും തന്നെ വിഘ്നേശ്വരനില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. സാക്ഷാൽ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയാൽ പോലും വിഘ്നേശ്വര പ്രതിഷ്ഠ നമുക്ക് കാണാം, അല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരപ്പൻ പ്രതിഷ്ഠയല്ല, ഭഗവാൻ അവിടെ ഉണ്ട്. ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ അവിടെ ഉണ്ട്, യാതൊരു സംശയമില്ല. അവിടെ തന്നെ ആരും ഉണ്ട്? അടുത്ത് വിഘ്നേശ്വരനുണ്ട്. സാക്ഷാൽ മഹാദേവൻ ഇരിക്കുന്ന മമ്മിയൂര് ചെന്നാലും വിഘ്നേശ്വരൻ അവിടെയുണ്ട്. പമ്പാ ഗണപതി ഏറെ പ്രസിദ്ധമാണ്, അല്ലെ? സർവസിദ്ധി കാരണഭൂതനായ വിഘ്നേശ്വരന്റെ വിഭിന്ന രൂപങ്ങളാണ് മറ്റുള്ള ദേവന്മാർ. സർവസിദ്ധി കാരണഭൂതനായ എല്ലാവരിലും വിഘ്നേശ്വരനുണ്ട്. ആർക്കും വിഘ്നേശ്വരൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം വിഘ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും സാഗരത്തെ ഇല്ലായ്മ ചെയ്യാൻ വിഘ്നേശ്വരൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാമങ്ങളിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു എന്ന് മാത്രം. വിഘ്നേശ്വരന്റെ നാമങ്ങളിൽ പോലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ ദേവന്മാരുടെയും ചരിത്രങ്ങൾ വിഘ്നേശ്വരന്റെ ചരിത്രവുമായി വളരെയധികം ബന്ധമുണ്ട്. എല്ലാ ദേവന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും വിഘ്നേശ്വരന്റെ ചരിത്രവുമായിട്ട് ആ ചരിത്രങ്ങൾക്കും ബന്ധമുണ്ട്. ഭഗവാന്റെ സർവ്വ മഹാത്മ്യങ്ങളും ഒറ്റ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. വിഘ്നേശ്വരന്റെ ബിന്ദുമ്മേ ഒരു മിനിറ്റ് വരൂ, ഓഫ് ചെയ്തോളൂ, ഞാൻ ചെയ്തോളാം, എല്ലാം ഓഫ് ചെയ്തോളൂ, എന്നിട്ട് ഇവിടെ വന്നിരുന്നു. എവിടെ ഓഫ് ചെയ്തോ? ഭഗവാന്റെ സർവ്വ മഹാത്മ്യങ്ങളും ഒറ്റ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കുറെ കഥകളൊക്കെ നമുക്ക് എവിടെ പറയുന്നുണ്ട്? ഗണേശ്വര കഥാമൃത പുരാണത്തിൽ പറയുന്നുണ്ട് മിക്കവാറും. അങ്ങനെയത് ബിന്ദുമ്മേ, ഞാൻ ക്ലാസ് എടുക്കുകയാണ്, ഇങ്ങോട്ട് വരൂ, ഓഫ് ചെയ്തിട്ട് ഞാൻ ചെയ്തോളാം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കൂ ബിന്ദുമ്മേ, എല്ലാം ഓഫ് ചെയ്തോളൂ. ബിന്ദുമ്മേ, നിങ്ങളെ കണ്ടാലേ ഞാൻ ക്ലാസ് തുടങ്ങും. അടിയിൽ ഓഫ് ചെയ്തോ, ഗ്യാസിന്റെ അടിയിൽ പോയി ഓഫ് ചെയ്തിട്ട് വാ. ജമ്മു കൃഷ്ണ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഇവിടെ ഇരുന്ന് ഞാൻ ചെയ്തോളാം. അപ്പം നമുക്ക് അത് പോട്ടെ, അയാൾക്ക് റിപ്ലൈ കൊടുക്കണ്ട. ആളിനി മെസ്സേജ് ആയിക്കട്ടെ, നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറയാൻ ചെയ്യട്ടെ. അല്ലയോ മഹാത്മാവേ, അപ്പൊ നമുക്ക് സോമകാന്ത രാജാവ് എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ
ഒരു കഥയെക്കുറിച്ച് നമുക്ക് കേൾക്കാം. അല്ലയോ മഹാത്മാവേ, ഈ ഗണേശ പുരാണത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് നമുക്കൊന്ന് അറിയണം അല്ലെ. ഗണേശ പുരാണത്തിനൊരു ആരംഭമുണ്ട്. ആ ആരംഭം എന്താണ്? അപ്പൊ ശൗനക മുനി സൂത മഹർഷിയോട് പറയാണ്, എന്റെ ബിന്ദുവമ്മേ കണ്ണു വരെ എരിയാൻ തുടങ്ങി. എന്താ അവിടെ കൊണ്ടിട്ടത് ആണല്ലേ? അതെനിക്ക് മനസ്സിലായി വന്നിട്ടില്ല. അപ്പൊ ശൗനക മുനി സൂത മഹർഷിയോട് പറയാണ്, ആവശ്യപ്പെട്ടു, എന്താണ്, നമുക്ക് ഗണേശ പുരാണത്തിന്റെ തുടക്കം അതെന്താണെന്ന് ഒന്ന് അറിയണം എന്ന്. അപ്പൊ സൂത മഹർഷി പറയാണ്, അഗ്രപൂജാധിപനായ ഭഗവാൻ വിഘ്നേശ്വരന്റെ പുരാണം. ആ ജെല്ലോർന്നല്ലോ ചിരിക്കുന്നുണ്ടില്ലേ? എന്തോ പണിയോടെ ഒപ്പിച്ചു. അഗ്രപൂജാധിപനായ എന്തോ ചെയ്തു, കണ്ണിലൊക്കെ ഇങ്ങനെ എരിവ് കയറുന്നു. അഗ്രപൂജാധിപനായ ഭഗവാൻ വിഘ്നേശ്വരന്റെ പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലപ്പഴക്കമുള്ളതാണ്. തന്നെ ആശ്രയിക്കുന്ന ഭക്ത കോടികൾക്ക് എക്കാലം മുതലാണ് ഭഗവാൻ കൃപ ചൊരിഞ്ഞത് എന്ന് പറയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. വിനായക ദേവന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ കൂടിയും ഈ പുരാണത്തില് അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗണേശ പുരാണം ആദിയിൽ മഹാവിഷ്ണു നാരദ മഹർഷിക്കാണ് ഉപദേശിച്ചു കൊടുത്തത്. ഗണേശ പുരാണം ആദിയിൽ ചിരിക്കണ്ട. ആരാ മഴ പെയ്യണ്ട? അപ്പോ മുകളിൽ പോണ്ട. മുകളിൽ ഇനി വിടൂല. മഴയത്ത് അവിടെ ആ തുണി കിടന്നോട്ടെ, എന്നാലും ഞാൻ മുകളിൽ വിടൂല. മുകളിൽ ഇനിയിപ്പോൾ ഈ രാത്രി ഞാൻ സമ്മതിക്കൂല. നാളെ വെയിൽ വന്നാൽ അത് ഉണങ്ങിക്കോളും. ഗണേശ പുരാണം ആദിയില് പണ്ട് മഹാവിഷ്ണു നാരദ മഹർഷിക്ക് ഉപദേശിച്ചതാണ്. ഓക്കെ, ഗണേശ പുരാണം ആദിയില് ഇവിടെ പിടിച്ചിരുത്തിയേക്കാൻ ഞാൻ. എന്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയ അപ്പ ടെറസിലെത്തും. മഴ പെയ്യുണ്ട്, അവിടെ തുണിയുണ്ടെന്ന്. വല്ല തോർത്തുമുണ്ടായിരിക്കും, വേറെ തുണിയൊന്നുമില്ല. അതെടുക്കാൻ വേണ്ടി ആ വഴിക്ക് പോകാനുള്ള പരിപാടിയാണ്, വിടില്ല. അപ്പോ ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആദിയിൽ മഹാവിഷ്ണു നാരദ മഹർഷിക്കാണ് ഗണേശ പുരാണം ഉപദേശിച്ചിരിക്കുന്നത്. പിന്നീട് ആ മഹത് പുരാണം ബ്രഹ്മാവ് വ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു. ബ്രഹ്മാവ് വ്യാസ മഹർഷിക്ക് അങ്ങ് ഉപദേശിച്ചു. ആദ്യം പറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണു നാരദ മഹർഷിക്കാണ്. പിന്നീട് ബ്രഹ്മാവ് എന്ത് ചെയ്തു? വ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു. വ്യാസദേവനിൽ നിന്ന് ഈ പുരാണം ഗ്രഹിച്ച ഭൃഗു മഹർഷി, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വ്യാസദേവനിൽ നിന്ന്, ബ്രഹ്മാവാണ് വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വ്യാസദേവൻ ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? ഭൃഗു മഹർഷിക്കാണ് പറഞ്ഞു കൊടുത്തത്. ഈ പുണ്യകഥ സൗരാഷ്ട്രയിലെ രാജാവായിരുന്ന സോമകാന്തന്, സൗരാഷ്ട്രയിലെ രാജാവായിരുന്ന സോമകാന്തന് ചിരിക്കണ്ട ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? സോമകാന്തന് ഉപദേശിച്ചു കൊടുത്തു. അന്ന് മുതല് ഈ പുരാണം ഒരുപാട് വിപുലമാവാൻ തുടങ്ങി. ഗണേശ കഥാമൃതം എന്ന് പറയുന്ന ഈ പുരാണം. അങ്ങനെ ശൗനക മഹർഷി പറയാണ്, മഹർഷി, സോമകാന്ത രാജാവ് ആരായിരുന്നു? ആരാണ് സോമകാന്ത രാജാവ്? അദ്ദേഹത്തിന് എവിടെ വെച്ചാണ് ഈ ഭൃഗു മഹർഷി വിഘ്നേശ്വര പുരാണം പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് ഭൃഗു മഹർഷി പറഞ്ഞു കൊടുത്തത്? ആ പുണ്യപുരാണം കേട്ടതോടുകൂടി അദ്ദേഹത്തിന് വന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലെ. ആരാണ് ഈ പറയുന്ന സോമകാന്ത രാജാവ്? ഭൃഗു മഹർഷി നേരിട്ടാണ് സോമകാന്ത രാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ഈ ഗണേശ പുരാണം പറയുന്നത് മഹാവിഷ്ണു നാരദ മുനിക്ക്, പിന്നീടോ ബ്രഹ്മദേവൻ വ്യാസമുനിക്ക്, പിന്നെ വ്യാസമുനിയിൽ നിന്ന് ഭൃഗു മഹർഷിക്ക്. ഭൃഗു മഹർഷി സോമകാന്ത രാജാവിനാണ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ സോമകാന്ത രാജാവ് ആരാണ്? അദ്ദേഹത്തിന് ഈ പുരാണം കേട്ടപ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പുരാണം കേട്ടിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ സൂത മഹർഷി പറയാണ്, മഹർഷിയെ, സൗരാഷ്ട്രയുടെ പ്രസിദ്ധിയാർജിച്ച തലസ്ഥാന നഗരമായിരുന്നു ദേവനഗരം. സൗരാഷ്ട്ര എന്ന് പറയുന്ന പ്രസിദ്ധിയാർജിച്ച അടുത്തുള്ള വീട്ടുകാരെയും കൂടെ നിങ്ങൾ ചുമപ്പിച്ചു അല്ലേ? അവരൊക്കെ ഇപ്പൊ വരും, നോക്കിയിരുന്നു. സൗരാഷ്ട്രയിലെ പ്രസിദ്ധിയാർജിച്ച തലസ്ഥാന നഗരമാണ് ഏത്? ദേവനഗരം എന്ന് പറയുന്നത്. അവിടുത്തെ മഹാരാജാവായിരുന്നു സോമകാന്തൻ. അപ്പോ ദേവനഗരം എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട രാജാവാണ് ആര്? അവിടുത്തെ മഹാരാജാവാണ് ആര്? സോമകാന്തൻ. പ്രജാക്ഷേമ തൽപരനായിരുന്നു അദ്ദേഹം. എല്ലാ പ്രജകളെയും നന്നായി നോക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു.
സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം പ്രജകളെയൊക്കെ പാലിച്ചിരുന്നത്. വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന അദ്ദേഹം വേദങ്ങളിലൊക്കെ ഒരുപാട് ശാസ്ത്രങ്ങളിലൊക്കെ പഠിക്കാൻ ആഗ്രഹവും പഠിച്ചും ഉള്ള ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം നല്ല രാജനീതിജ്ഞനും നന്നായിട്ട് രാജ്യം ഭരിക്കുന്ന, നീതിയോടുകൂടി ഭരിക്കുന്ന ഒരാളും വീരപരാക്രമിയുമായിരുന്നു. കുബേര സദൃശ്യമായ ഐശ്വര്യങ്ങൾ, കുബേരൻ കൂടെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഐശ്വര്യങ്ങൾ ഉണ്ടാവുമോ അതേ ഐശ്വര്യങ്ങൾക്ക് അധിപനായിരുന്ന ആര്? നമ്മുടെ സോമകാന്ത രാജാവ്. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ആ യുദ്ധത്തിന്റെ ആ ഒരു വീര്യം, ആ ഒരു ബുദ്ധി, കഴിവ് കൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം പിടിച്ചടക്കി, ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുകയും ചെയ്തു. നല്ല രാജ്യമൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു. പതിവ്രതാ ശിരോമണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരെന്ന് പറയുന്നത് സുധർമാദേവി എന്നാണ്. സോമകാന്ത രാജാവിന്റെ ഭാര്യയുടെ പേരെന്താ? സുധർമാദേവി. ഈ ദേവി എന്ത് ചെയ്തു? ഈ ദേവിക്കും ഈ സോമകാന്ത രാജാവിനും, അതായത് സുധർമാദേവിക്കും സോമകാന്ത രാജാവിനും ഹേമകാന്തൻ എന്ന് പറയുന്ന നല്ല സ്വഭാവമുള്ള, നല്ല ഭംഗിയുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. എന്താ പേര്? ഹേമകാന്തൻ എന്ന് പറയുന്ന ഒരു മകൻ. ആ ഹേമകാന്തൻ എന്ന് പറയുന്ന മകന്റെ അച്ഛന്റെ പേരാണ് സോമകാന്തൻ. അവരുടെ അമ്മയുടെ പേരാണ് സുധർമാദേവി. ലക്ഷ്മി ദേവിയാലും വിദ്യാദേവിയാലും ശക്തി ദേവിയാലും ഒരുപോലെ അനുഗ്രഹീതനായിരുന്നു നമ്മുടെ സോമകാന്ത മഹാരാജാവ്. ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളതുകൊണ്ട് ഒരുപാട് ധനമുണ്ട്, വിദ്യാദേവിയുടെ കടാക്ഷമുള്ളതുകൊണ്ട് നല്ല പാണ്ഡിത്യമുണ്ട്, ശക്തി ദേവി കൊണ്ടായതുകൊണ്ട് ശത്രുക്കളൊന്നുമില്ല. ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ അനുഗ്രഹീതനായ സോമകാന്ത രാജാവിന്റെ പ്രശസ്തി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തിയായിരുന്നു. അങ്ങനെ വാർദ്ധക്യ സമയമായപ്പോൾ, സോമകാന്ത രാജാവിന് വാർദ്ധക്യം ബാധിച്ചപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് പെട്ടെന്ന് വാർദ്ധക്യത്തിലോടടുത്തപ്പോൾ ഒരു കുഷ്ഠരോഗം വന്നു. എന്താ സംഭവിച്ചത്? ഈ സോമകാന്ത രാജാവിന് കുഷ്ഠരോഗം വന്നു. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള കഴിവുള്ള ഒരുപാട് രാജവൈദ്യന്മാര് വന്നിട്ട് ഈ സോമകാന്ത രാജാവിനെ ചികിത്സിച്ചു. പക്ഷെ രോഗത്തിന് യാതൊരു മാറ്റവും ഇല്ല. രോഗം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ കുഷ്ഠരോഗം, അദ്ദേഹത്തിന്റെ രോഗം ഓരോ ദിവസം കഴിയും തോറും കൂടാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്ന ആ കഠിനമായ കുഷ്ഠരോഗം ചികിത്സകൾ കൊണ്ടൊന്നും മാറില്ലെന്ന് മനസ്സിലായപ്പോൾ സോമകാന്ത രാജാവ് എന്ത് ചെയ്ത്? കുറച്ച് കൂടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, മന്ത്രി മുഖ്യന്മാരെ, എത്രയോ ചികിത്സകളൊക്കെ നടത്തിയല്ലേ, എന്നിട്ടും എൻ്റെ രോഗത്തിന് യാതൊരു കുറവുമില്ല. ദിനം പ്രതി അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറാ രോഗം എന്ന് പറഞ്ഞാൽ മുജ്ജന്മ പാപഫലത്താൽ പിടിപെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് മാറേണ്ടതല്ലേ? ഇതൊട്ടും മാറുന്നില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ ഭരണത്തിന്റെ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഈ കഴിഞ്ഞ ജന്മത്തിലെ പുണ്യ പാപ ഫലകർമ്മങ്ങളുടെ ഒക്കെ ദോഷമായിട്ട് എന്നെ ബാധിച്ചിരിക്കുന്ന ഈ അവസ്ഥ ഞാൻ എന്താ ചെയ്യുന്നത്? മാറാൻ വേണ്ടി ഞാൻ വനവാസത്തിന് പോവാണെന്ന് പറഞ്ഞു. ഭാവി രാജാവായ എൻ്റെ മകൻ ഹേമകാന്തനോടും നിങ്ങൾ എന്നോട് കാട്ടിയതുപോലെ സ്നേഹവും സഹകരണവും ഒക്കെ കാട്ടി അവനെ സഹായിക്കുക. ഇനി ഹേമകാന്തനായിരിക്കും രാജ്യം ഭരിക്കാൻ പോകുന്നത്. ഞാൻ ഇനി രാജ്യമൊന്നും ഭരിക്കുന്നില്ല. ഞാൻ ഈ രോഗവുമായിട്ട് വനവാസത്തിന് പോവാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചോ, എന്നോട് നിങ്ങൾ എങ്ങനെ കരുണ കാട്ടിയോ, അതുപോലെ നിങ്ങൾ മകനായ ഹേമകാന്തനോടും കൂടി കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ അറിയിച്ച ശേഷം സോമകാന്ത രാജാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിനി പോവാണ് മോനെ, നീ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ വിഷമിക്കൊന്നും ചെയ്യരുത്. എനിക്കിപ്പോൾ വന്നു ചേർന്ന അനുഭവം എന്ന് പറയുന്നത് എനിക്കെന്നല്ല, ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വാർദ്ധക്യകാലത്ത് പ്രായമായി കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികരൊക്കെ രാജ്യം ഉപേക്ഷിച്ചിട്ട് വനവാസം സ്വീകരിച്ച ആൾക്കാരാണ്. അതുപോലെ ഞാൻ കുറച്ച് മുൻപേ പോകുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മളെല്ലാവരും പോണ്ടവരാണ് അല്ലേ? അതല്പം മുമ്പായി, അത് ഇനിയിപ്പോൾ പിന്നോട്ടായാലും മുമ്പോട്ടായാലും എപ്പോഴായാലും നമ്മൾ പോണ്ടതല്ലേ. അവിടെ നീ വിഷമിക്കരുത് മോനെ എന്ന് പറഞ്ഞു. എത്രയും വേഗം ഞാൻ തപസ് ചെയ്യാൻ വേണ്ടി യാത്രയാവാൻ പോവാണ്. അത് എത്രയും പെട്ടെന്ന് പോകാൻ സാധിക്കുന്നോ ഞാൻ അത്രയും സന്തോഷവാനാണ്. മായാബന്ധങ്ങളൊക്കെ എന്നിൽ നിന്നൊക്കെ അകന്നു പോവല്ലോ. ഞങ്ങളുടെ വേർപാടിനെ കുറിച്ച് ഓർത്ത് നീയൊന്നും ദുഃഖിക്കരുത് മോനെ എന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ജനങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ആഗ്രഹിച്ചും മാനിച്ചും പ്രജാക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് നീ എന്ത് ചെയ്യാം? ഈ രാജ്യത്തിന്റെ ഭരണം നീ ഏറ്റെടുക്കുക. പ്രജകളുടെ പ്രിയങ്കരനായ രാജാവായിട്ട് നീ ഈ രാജ്യം ഭരിക്കുക. ക്ഷത്രിയ കുലധർമ്മം എന്ന് പറഞ്ഞാൽ പ്രജകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മന്ത്രിമാരെയും മകനെയൊക്കെ സമാധാനിപ്പിച്ചിട്ട് സോമകാന്ത രാജാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭാര്യയായ സുധർമാദേവിയുമായിട്ട് നേരെ വനത്തിലേക്ക് പോയി.
മകന്റെയും മറ്റുള്ളവരുടെ അപേക്ഷ മാനിച്ച മഹാരാജാവ് എന്താ ചെയ്ത്? അവരൊരു അപേക്ഷ വെച്ചു. ആ അപേക്ഷ മാനിച്ച മഹാരാജാവ് സുബലൻ, ജ്ഞാനഗമ്യൻ എന്ന 2 ആശ്രിതരെയും കൂടെ സഹായത്തിനായിട്ട് വനത്തിലേക്ക് കൊണ്ടുപോയി. ആരെയാണ്? സുബലൻ, ജ്ഞാനഗമ്യൻ. അങ്ങനെ പറയുന്ന 2 പേരെയും കൂടെ ആശ്രിതരായിട്ട്, സഹായികളായിട്ട് വനത്തിലേക്ക് കൊണ്ടുപോയി. വനത്തിൽ കൂടി ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? നല്ല പ്രശാന്ത രമണീയമായ ഒരു സ്ഥലത്തേക്ക് 4 പേരും എത്തിച്ചേർന്നു. മനോഹരമായ ആ സ്ഥലം രാജാവിന് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരെന്ത് ചെയ്തു? അവിടെ തന്നെ കുറച്ചു നേരം വിശ്രമിക്കാന്ന് കരുതി. അപ്പൊ അവിടെ ഒരു ഭാഗത്ത് നല്ല സൗമ്യശീലനായ ഒരു മുനികുമാരൻ നിന്നുകൊണ്ട് പൂ പറിക്കുകയാണ്. ഒരു മുനികുമാരൻ അവിടെ നിന്നുകൊണ്ട് പൂക്കളൊക്കെ പറിക്കുകയാണ്. അപ്പൊ സോമകാന്ത രാജാവ് അതിങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് ആ മുനികുമാരന്റെ അടുത്ത് വന്ന് ചോദിച്ചു, കുമാര, ഈ വലിയ കൊടുങ്കാട്ടിൽ നീ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പൂ പറിക്കുന്നല്ലോ, നീ ആരാണ്? നിന്റെ ആശ്രമം എവിടെയാണ്? ഞങ്ങൾക്ക് ആ വിശദാംശങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ചൂടുവെള്ളം തരുമേ? ആ ഫ്ലാസ്കിലുണ്ട്. കുറച്ച് വിവരങ്ങൾ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. വിനയത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആ മുനികുമാരൻ പറഞ്ഞു, പ്രഭോ, ഭൃഗുമഹർഷിയുടെ മകനായ ച്യവനകുമാരനാണ് ഞാൻ. എന്താ പറയുന്നത്? ഭൃഗുമഹർഷിയുടെ മകനായ ച്യവനകുമാരനാണ് ഞാൻ. താങ്കൾ ആരാണെന്നും ഈ വനത്തിൽ താങ്കൾ എന്തിനാ വന്നതെന്നും കൂടെ എന്നോടൊന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറയാണ്, കുമാര, ഭൃഗുപുത്രനായ നിന്നെ കാണാൻ, അതായത് ഭൃഗുമുനിയുടെ മകനായ നിന്നെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സൗരരാഷ്ട്ര രാജാവായ സോമകാന്തനാണ് ഞാൻ. എന്താ പറഞ്ഞത്? സൗരരാഷ്ട്ര രാജാവായ സോമകാന്തനാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്നിട്ടോ എൻ്റെ മകനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച്, രാജ്യഭരണമൊക്കെ എൻ്റെ മകനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വനവാസത്തിന് വന്നിരിക്കുകയാണ്. നീ കാണുന്നില്ലേ മോനെ, എനിക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. ഈ മഹാരോഗം മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നീ പറഞ്ഞു താ എന്ന് സോമകാന്ത മഹാരാജാവ് ഭൃഗുമുനിയുടെ മകനായ ച്യവനകുമാരനോട് പറഞ്ഞു. ച്യവനകുമാരനാണ് ഭൃഗുമുനിയുടെ മകൻ കേട്ടോ. ച്യവനകുമാരനോട് പറഞ്ഞു, എന്തെങ്കിലും വഴിയും കൂടെ നീ എനിക്ക് ഈ ഒരു ഇത് മാറാൻ, അസുഖം മാറാൻ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ മുനികുമാരൻ പറയാണ്, സാരല്ലേ പ്രഭുജി, മഹാരാജാവേ, സൗമ്യശീലനായ അങ്ങേക്ക് ഈ മഹാരോഗം പിടിപെടാൻ പാടില്ല. അത് പിടിപെട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അങ്ങയുടെ ഈ ഒരു അവസ്ഥ ഞാൻ എൻ്റെ അച്ഛനോട് വേഗം പറയാം. അപ്പൊ അച്ഛൻ എന്ത് മറുപടിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ അങ്ങേ അറിയിക്കാന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ച്യവനകുമാരൻ, ഭൃഗുമുനിയുടെ മകൻ ച്യവനകുമാരൻ ആശ്രമത്തിലേക്ക് പോയി. മുനികുമാരൻ വരുന്നതും കാത്തിങ്ങനെ സോമകാന്ത മഹാരാജാവ് നിൽക്കുകയാണ്. എന്തായിരിക്കും ഭൃഗുമുനി പറയാ എന്നാലോചിച്ചുകൊണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ച്യവനകുമാരൻ വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? മഹാരാജാവേ, അങ്ങയുടെ കാര്യവും അങ്ങ് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു. എല്ലാവരും അങ്ങയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങേക്ക് രോഗം പിടിപെടാനുള്ള കാരണം എന്താണെന്നും അവിടെ ചെല്ലുമ്പോൾ പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സന്തോഷ വാർത്ത അമൃത് കൊണ്ട് കുളിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു സോമകാന്ത മഹാരാജാവിന് കൊടുത്തത്. അത്രയും ഹാപ്പിയായി അദ്ദേഹം. കർണപുടത്തില് അദ്ദേഹത്തിന്റെ ചെവിയിൽ ആ ഒരു വാർത്ത കേട്ടത് ഭയങ്കര സന്തോഷമായി. രോമാഞ്ചം കൊണ്ട് സന്തോഷവാനായ നമ്മുടെ സോമകാന്ത മഹാരാജാവ്, ഈശ്വരന്റെ നിശ്ചയമാണിത്, ഈശ്വരന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഒരു സൗഭാഗ്യം ലഭിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നേരെ ഭാര്യയെയും കൂട്ടി സഹായികളായ നമ്മുടെ സുബലന്റെയും ജ്ഞാനഗമ്യന്റെയും കൂടെ ച്യവനമുനികുമാരൻ, ഭൃഗുമുനിയുടെ മകനായ ച്യവനമുനികുമാരന്റെ കൂടെ ആശ്രമത്തിലെത്തി. അവിടെ എത്തിയ സോമകാന്ത മഹാരാജാവ് എന്ത് ചെയ്തു? ഭൃഗുമുനിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. എന്നിട്ട് പറഞ്ഞു, സർവശ്രേഷ്ഠനായ മഹാമുനെ. ആരെയാണ്? ഭൃഗുമുനിയെ. ഈ എളിയവൻ അവിടുത്തെ ആശ്രിതനാണ്. ഞാൻ ഇന്ന് അങ്ങയെ തേടി വന്നിരിക്കുകയാണ്. ഈ ഉള്ളവന്റെ ദുരവസ്ഥ നീങ്ങുന്നതിന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം. അതായത് അദ്ദേഹത്തിന് കുഷ്ഠം ബാധിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ മാറുന്നതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. അപ്പൊ മഹാരാജാവിനോട് വളരെ ദയയും കരുണയും ആർക്ക് തോന്നി? ഭൃഗുമുനിക്ക് തോന്നി. അദ്ദേഹം അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങേ ബാധിച്ചിട്ടുള്ള ഈ രോഗം പൂർവജന്മ ദുഷ്കൃത ഫലത്താൽ പിടിപെട്ടതാണ്. അത് ഇന്നും ഇന്നലെയും പിടിപെട്ടതല്ല. പൂർവജന്മത്തിന്റെ ദുരിതങ്ങൾ കൊണ്ട് പിടിപെട്ട രോഗമാണ്. ആദ്യമായിട്ട് അങ്ങ് പോയി കുളിച്ചിട്ട്
തിരിച്ചു വരൂ, അങ്ങയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ച് കുളിയും ജപവും പ്രാർത്ഥനയും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് സോമകാന്ത മഹാരാജാവ് എന്ത് ചെയ്തു? ആശ്രമത്തിലേക്ക് എന്നെ മടങ്ങിയെത്തി. ഭൃഗുമുനിയെ നമസ്കരിച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള ആസനത്തിലിരുന്നു. അപ്പൊ ഭൃഗുമുനി പറയാണ്, അല്ലയോ മഹാരാജാവേ, നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ കുറിച്ച് ഞാനൊന്ന് ഊഹിച്ചു. മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപകൃത്യങ്ങളുടെ ഫലം കൊണ്ടാണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്നത്. ഈ കഥ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. മഹർഷിയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പൂർവ്വജന്മത്തിന്റെ ആ കഥകൾ അറിയണമെന്ന് തോന്നിയ മഹാരാജാവ് എന്ത് ചെയ്തു? മഹർഷിയെ വന്ദിച്ചിട്ട് സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, മഹർഷി വരിക, അവിടുത്തെ വലിയ മനസ്സിന് എൻ്റെ എക്കാലോ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. എക്കാലോ അങ്ങയോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ദയവ് ചെയ്ത് എൻ്റെ പൂർവ്വജന്മത്തിൽ നടന്ന സംഭവം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഭൃഗുമുനി പറയാണ്, പൂർവ്വജന്മത്തിൽ കുബേരനായ ഒരു വൈശ്യന്റെ കുമാരനായിരുന്നു നിങ്ങൾ. ശ്രദ്ധിച്ചു കേൾക്കണേ. പൂർവ്വജന്മത്തിൽ കുബേരനായ ഒരു വൈശ്യന്റെ, അതായത് ധാരാളം ധനമുള്ള ഒരു വൈശ്യന്റെ, 4 വർണ്ണാശ്രമങ്ങൾ പഠിച്ചിട്ടില്ലേ നമ്മള്? അങ്ങനെയുള്ള വർണ്ണാശ്രമത്തിൽ വൈശ്യൻ, ശൂദ്രൻ, ക്ഷത്രിയൻ, ബ്രാഹ്മണൻ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു വൈശ്യന്റെ മകനായിരുന്നു നിങ്ങൾ. അന്ന് ആ വൈശ്യൻ താമസിച്ചത് വിന്ധ്യാചല പ്രദേശമുള്ള കൽഹാരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. വിന്ധ്യാചല മഹാപർവ്വതത്തെ കുറിച്ചൊക്കെ നമുക്കറിയാലോ, അത് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അവിടെയുള്ള കൽഹാരം എന്ന ഗ്രാമത്തിലായിരുന്നു ആ വൈശ്യൻ താമസിച്ചത്. അയാളുടെ ഭാര്യയുടെ പേര് സുലോചനാദേവി എന്നായിരുന്നു ആ വൈശ്യന്റെ. അവരുടെ ഏക മകനായ നിങ്ങളുടെ പേര് കാമദൻ എന്നായിരുന്നു. നമ്മുടെ സോമകാന്ത മഹാരാജാവിന്റെ പേര് ആ ജന്മത്തിലെ കാമദൻ എന്നായിരുന്നു. എല്ലാവിധ ലാളനകളോടും കൂടിയാണ് നിങ്ങൾ വളർന്നത്. അങ്ങനെ നിങ്ങൾ പ്രായപൂർത്തിയായപ്പം സ്വന്തം കുലത്തിൽ നിന്ന് കന്യാകാരത്നമായ, അതായത് കന്യകയായ കുമുദിനി എന്ന പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അച്ഛനമ്മമാര് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നു. ഈ സോമകാന്ത മഹാരാജാവിന്റെ പൂർവ്വജന്മത്തിലെ പേരാണ് കാമദൻ. അവർ ജീവിച്ചത് എവിടെയാണ്? കൽഹാരത്തില്. അദ്ദേഹം കല്യാണം കഴിച്ച ഭാര്യയുടെ പേരാണ് കുമുദിനി. അങ്ങനെ അച്ഛനമ്മമാര് നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിച്ചു തന്ന് എല്ലാ സുഖങ്ങളും നിങ്ങൾക്ക് ലഭിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ഒരുപാട് സ്വത്തിന്റെ അവകാശിയായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് അഹങ്കാരിയും താന്തോന്നിയായിട്ട് പല സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്തു? ചുറ്റി സഞ്ചരിച്ചു. മാത്രമല്ല കുറെ അവിഹിത ബന്ധങ്ങളിലൊക്കെ പോയി പെട്ട് വളരെ ക്ഷണികമായിരിക്കുന്ന കുറെ സുഖങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചു. നിലനിൽക്കാത്ത കുറെ സുഖങ്ങൾ, സ്ത്രീ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. സുഖങ്ങളൊക്കെ നിങ്ങളിങ്ങനെ അനുഭവിച്ച് നിങ്ങളിങ്ങനെ ആർമാദിച്ച് ജീവിച്ചു. കുമുദിനിയായ ഭാര്യയുടെ ഉപദേശങ്ങളൊന്നും നിങ്ങൾ ചെവിക്കൊണ്ടില്ല. നാട് ചുറ്റി നടന്ന നിങ്ങൾ എന്ത് ചെയ്ത്? അവളെ ശരിക്ക് വെറുത്തു. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വെറുത്തു. നിങ്ങൾ നാടായ നാടും ചുറ്റി സഞ്ചരിച്ച് നടന്നു. മാത്രമല്ല നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്തു. കാലം കുറേ കടന്നു പോയപ്പോൾ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾ സ്വതന്ത്രനായി. ആ സ്വാതന്ത്ര്യം നിങ്ങളെ കുറെ ഭയങ്കരമായിട്ടുള്ള ഒരു ആഭാസകനും കൊള്ളക്കാരനും കൊലപാതകിയും ഒക്കെ ആയിട്ട് നിങ്ങളെ മാറ്റി. ദുഷ്ടന്മാരായ പലരും നിങ്ങളുടെ മിത്രങ്ങളായി തീർന്നു. അതായത് തെറ്റായ കൂട്ടുകെട്ടിലൊക്കെ പോയി പെട്ടു. നിങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങൾ ആ എന്താ പറയുക, കാമദൻ എന്ന് പറയുന്ന ഈ സോമകാന്ത രാജാവ്, അദ്ദേഹത്തിന്റെ പൂർവ്വജന്മമാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മം കാമദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കാമദൻ എന്ന് പറയുന്ന ആള് കുറെ ആളുകളെയൊക്കെ ഇങ്ങനെ ദ്രോഹിച്ചു. അവരൊക്കെ കുറെ നിങ്ങളെ ഉപദ്രവിച്ചു. അപ്പൊ ആ വേദനകളെല്ലാം ചേർത്ത് അവരെന്ത് ചെയ്തു? മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് സങ്കടം പറഞ്ഞു. ദേഷ്യപ്പെട്ട മഹാരാജാവ് നിങ്ങളെ നാട് കടത്തി വിട്ടു. നാടും വീടും വെടിഞ്ഞ് നിങ്ങൾ കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞി തിരിഞ്ഞ് അഭയം തേടിയെങ്കിലും നിങ്ങൾ പ്രാകൃത കൃത്യങ്ങളൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല. ചെയ്യേണ്ടതായ കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു. കൂട്ടുകാരുമൊത്ത് നിങ്ങൾ എന്ത് ചെയ്തു? കൊലപാതകവും ചെയ്ത് കൊള്ളയും ചെയ്ത് എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾ, നിങ്ങൾ പ്രാകൃതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അതൊന്നും നിങ്ങൾ ഉപേക്ഷിച്ചില്ല. ചെയ്യേണ്ട എല്ലാ കാര്യവും നിങ്ങൾ ചെയ്തു. ഒരു ദിവസം ഗുണവർദ്ധൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ യുവാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തൊരു ഗ്രാമത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഗുണവർദ്ധൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ യുവാവ് അടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ വേണ്ടിയിട്ട് ആ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. കൊള്ളയടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഗുണവർദ്ധൻ എന്ന് പറയുന്ന ബ്രാഹ്മണനെ കയറി നിങ്ങൾ ആക്രമിച്ചു. സത്യം പറഞ്ഞു അദ്ദേഹം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ പോവാണ് എന്ന് ഒരുപാട് തവണ അദ്ദേഹം
സത്യം പറഞ്ഞിട്ടും നിങ്ങൾ അയാളെ വിട്ടില്ല. അപ്പം ആ ചെറുപ്പക്കാരൻ നിങ്ങളെ കുറേ എതിർത്ത് നിന്നു. ആര്? ഗുണവർദ്ധൻ. ഭയങ്കര ദേഷ്യക്കാരനായ നിങ്ങൾ എന്ത് ചെയ്ത്? ആ ബ്രാഹ്മണ യുവാവിനെ മാരകമായിട്ട് നിങ്ങൾ മുറിവേൽപ്പിച്ചു. മരണവേദനയോടെ മനം നൊന്ത് വേദനയോടുകൂടി കിടന്ന അയാൾ എന്ത് ചെയ്തു? നിങ്ങളെ അങ്ങ് ശപിച്ചു. ഹേ നീജ, ഹൃദയശൂന്യനായ നീ എന്നെ ആക്രമിച്ചിരിക്കുന്നു. ഈ ബ്രഹ്മഹത്യാ പാപം സഹസ്ര കൽപ്പകാലം നിന്നെ പിന്തുടരുന്നതാണ്. ഇതാണ് ശാപം. എന്താ പറഞ്ഞത്? ഹേ നീജ, ഹൃദയശൂന്യനായ നീ എന്നെ, ഹൃദയമില്ലാത്ത നീ എന്നെ ആക്രമിച്ചിരിക്കുകയാണ്. ഈ ബ്രഹ്മഹത്യാ പാപം, ബ്രാഹ്മണനോട് ചെയ്തിരിക്കുന്ന ഈ പാപം സഹസ്ര കൽപ്പകാലം, 1000, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 അല്ലേ, സഹസ്ര കൽപ്പകാലം നിങ്ങളെ പിന്തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ ശപിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ യുവാവ് മരിച്ചു. ആ ശാപമൊന്നും നിങ്ങൾ കണക്കിലെടുത്തില്ല. പിന്നെ അവൻ ശപിച്ചെന്നോർത്ത് എനിക്കെന്താവാനാ എന്ന ഭാവത്തിൽ നിങ്ങൾ വിട്ടുകളഞ്ഞു. പക്ഷേ വീണ്ടും 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 നിങ്ങൾ കുറേ പാപങ്ങൾ ചെയ്തു കൂട്ടി. വാർദ്ധക്യമായപ്പോൾ നിങ്ങൾ അവശനായി, പ്രായമായപ്പോൾ നിങ്ങൾ അവശനായി, രോഗിയായി. കൂട്ടുകാരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ച് വേറെ താവളത്തിലേക്ക് പോയി. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക. ആദ്യം നമ്മളെ ഭാര്യമാർ പറയുന്നത് കേൾക്കില്ല, അവരെ ഒഴിവാക്കും. അച്ഛനമ്മമാര് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ വാർദ്ധക്യത്തിലായാൽ താന്തോന്നിയായി, തൻ്റേടിയായി, അവസാനം കൂട്ടുകാരാണ് വലുതെന്നും പറഞ്ഞ് നടക്കുന്ന കുറേ മഹാത്മാക്കള് രോഗിയായി തീരുമ്പോൾ കൂട്ടുകാരൊക്കെ അവരവരുടെ പാട് നോക്കിപ്പോവും. അങ്ങനെ സോമകാന്ത മഹാരാജാവിനോട് ഭൃഗുമുനി പൂർവജന്മ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ബ്രാഹ്മണകുമാരന്റെ ശാപകാര്യം നിങ്ങൾ മറന്നുപോയി. ബ്രാഹ്മണകുമാരൻ നിങ്ങളെ ശപിച്ചത് നിങ്ങൾ മറന്നുപോയി. നിരാലംബനും ആരോഗ്യമില്ലാത്തനുമായ നിങ്ങൾ, ഭിക്ഷ പോലും നിങ്ങൾക്ക് ലഭിച്ചില്ല. വാർദ്ധക്യാവസ്ഥ വന്നപ്പം ഈ പറയുന്ന കാമധൻ എന്ന് പറയുന്ന സോമകാന്ത മഹാരാജാവിന്റെ പൂർവജന്മ വ്യക്തിക്ക് ഭിക്ഷ പോലും ലഭിച്ചില്ല. ഒരു ലക്ഷ്യവും ഇല്ലാതെ നിങ്ങളിങ്ങനെ എഴഞ്ഞിയും നിരങ്ങിയും ഒരുപാട് വേദനിച്ച് വനത്തിലൂടെ ഒക്കെ യാത്ര ചെയ്ത് അവസാനം ഒരു ജീർണിച്ച ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ എത്തി. അതൊരു പുരാതന ഗണപതി ക്ഷേത്രമായിരുന്നു. അവിടെ അന്ന് ഉറങ്ങിയ നിങ്ങൾ, ഒരു ആശ്വാസം ലഭിച്ചു നിങ്ങൾക്ക്. നേരം പുലർന്നപ്പം ആ ജീർണിച്ച ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഭംഗിയുള്ള കമനീയമായ ഗണപതി വിഗ്രഹം കണ്ട നിങ്ങളുടെ മനസ്സിൽ ഒരു പുതിയ വികാരാവേശം വന്നു. ഭക്തിയുടെ നെയ്ത്തിരി നാളങ്ങൾ ജ്വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊന്നും കൂടുതലായി ചിന്തിച്ചില്ല, എന്നാൽ നിങ്ങൾ കൂടുതലായി ചിന്തിച്ചു. നിങ്ങൾ ചെയ്തു പോയ ക്രൂര കൃത്യങ്ങളൊക്കെ ആലോചിച്ച് ഓർത്ത് നിങ്ങൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. വിഘ്നേശ്വര വിഗ്രഹ പാദകമലങ്ങളിൽ, വിഘ്നേശ്വരന്റെ വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ ആ കാമതൻ എന്ന് പറയുന്ന വ്യക്തി മുഖം വെച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ ഭഗവാന്റെ പാദങ്ങളിൽ അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ വീഴാൻ തുടങ്ങി. തേങ്ങിക്കരഞ്ഞ നിങ്ങൾ ഭഗവാന്റെ പാദങ്ങൾ നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി, അല്ലെങ്കിൽ അഭിഷേകം ചെയ്തു എന്ന് വേണം പറയാൻ. കാലം നിങ്ങളെ തികഞ്ഞ ഒരു ഗണപതി ഭക്തനാക്കി മാറ്റി. നിരാഹാര വ്രതമനുഷ്ഠിച്ച നിങ്ങൾ, ഒന്നും കഴിക്കാതെ വ്രതം അനുഷ്ഠിച്ച നിങ്ങൾ ഭയഭക്തി പുരസ്സരം, അതായത് ഭക്തിയോടുകൂടി സദാസമയവും ഗണനാഥനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങളും രാത്രികളും ഒക്കെ കഴിഞ്ഞു. നിങ്ങളുടെ രോഗത്തിന് ശമനമുണ്ടായി. മനസ്സിന് സ്വസ്ഥതയും ഉന്മേഷവും ലഭിച്ചു. പൂർവ്വജന്മാണ് കേട്ടോ. ഈ ജന്മത്തിലാണ് സോമകാന്ത രാജാവിന് കുഷ്ഠം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മമാണ് കാമതൻ. കാമതന്റെ കാര്യമാണ് പറയുന്നത്, സോമകാന്ത രാജാവിന്റെ കാര്യമല്ല. അങ്ങനെ കാമതൻ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വാർദ്ധക്യാവസ്ഥയിൽ ബാധിച്ച രോഗങ്ങൾക്കൊക്കെ കുറച്ച് സമാധാനം ലഭിച്ചു. മുൻകാലത്ത് കൂട്ടുകാരുമായിട്ട് കൊള്ളയൊക്കെ ചെയ്ത് നടന്നപ്പോൾ നിങ്ങൾ കുറേ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്വത്തൊക്കെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ആ കാര്യം നിങ്ങൾ ആലോചിച്ചു. ആ ധനമെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? തേടി കണ്ടുപിടിച്ചെടുത്തിട്ട് ശില്പികളുടെ സഹായത്തോടെ ഗണപതി ക്ഷേത്രം, ആ കിടന്ന ഗണപതി ക്ഷേത്രം പുതുക്കി പണിതു. ആ പുണ്യകർമ്മ ഫലം നിങ്ങൾ ചെയ്തിരുന്ന പാപങ്ങൾക്കൊരു പരിധി വരെ ആശ്വാസം നൽകി. ക്ഷേത്രം പണിയാ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് വേണ്ട സഹായങ്ങൾ കൊടുക്കാന്ന് പറയുമ്പം ഒരുപാട് പുണ്യകർമ്മ ഫലം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഏത് ക്ഷേത്രത്തിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്താലും നിങ്ങളോട് ഞാൻ പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്, നിങ്ങളാൽ കഴിയുന്ന ദ്രവ്യങ്ങൾക്കുള്ള സഹായം നൽകണമെന്ന്. ആ ക്ഷേത്രത്തിലേക്കുള്ള ദ്രവ്യങ്ങൾക്കും
ആ ക്ഷേത്രത്തോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ, അവരെന്തായാലും ആ ക്ഷേത്രത്തിൽ വരുന്ന ദരിദ്രരായിരിക്കും. അവർക്കും വേണ്ടി സഹായം ചെയ്യുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങൾ അങ്ങ് മാറും. അപ്പൊ എന്തുണ്ടായി? ആ പാപങ്ങൾക്കൊക്കെ കാമദൻ ചെയ്ത കുറെ പാപങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം ലഭിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പം ഈ കാമദൻ മരിച്ചു. ദേഹത്തെ വിട്ടുപിരിഞ്ഞ ശരീരത്തെ വിട്ടുപിരിഞ്ഞ ആത്മാവ് കാലദൂതന്മാർ എവിടെ എത്തിച്ചു? യമന്റെ സന്നിധിയിൽ എത്തിച്ചു. ധർമ്മരാജാവ് അപ്പൊ ആത്മാവിനോട് ചോദിച്ചു, പുണ്യപാപ കർമ്മങ്ങൾ ഒരുപോലെ ചെയ്തിട്ടുള്ള ഒരു ആത്മാവാണ് നീ, അല്ലെ? പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ നീ ഒരുപാട് ചെയ്തു. അടുത്ത ജന്മത്തില് ഈ 2 ഫലങ്ങളും ഒരുപോലെ നീ അനുഭവിക്കണം. പുണ്യങ്ങളും അനുഭവിക്കണം, പാപങ്ങളും നീ അനുഭവിക്കണം. ഈ കഴിഞ്ഞ ജന്മം നമ്മൾ എന്തെങ്കിലും നല്ല പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഈ ജന്മം നമ്മൾ അനുഭവിക്കും. കഴിഞ്ഞ ജന്മത്തിൽ തെറ്റെന്തെങ്കിലും ചെയ്തതിന് അത് ഈ ജന്മം അനുഭവിക്കും. പുണ്യഫലമോ പാപഫലമോ ഏതാണ് ആദ്യമായിട്ട് നീ അനുഭവിക്കാൻ പോകുന്നത്? അത് നീ പറഞ്ഞു. ആദ്യമായിട്ട് പുണ്യകർമ്മഫലവും പിന്നീട് പാപകർമ്മഫലവും അനുഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആര് പറഞ്ഞു? നമ്മുടെ കാമദൻ പറഞ്ഞു. നിങ്ങളുടെ ആത്മാവ് അങ്ങനെ യമധർമ്മരാജാവിന്റെ ചോദ്യത്തിന് കാമദൻ ഉത്തരം കൊടുത്തു. അങ്ങനെ വാർദ്ധക്യ നാളില് ഗണനാഥനെ പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ട് ജീർണിച്ചു പോയ വിഘ്നേശ്വര ക്ഷേത്രം പുനർനിവാരണം ചെയ്തതുകൊണ്ടും ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് സുന്ദരമായ സുഖകരമായ ജീവിതവും സുഖകരമായ രാജ്യപദവിയൊക്കെ ലഭിക്കും. ഇപ്രകാരം പറഞ്ഞ സോമകാന്ത രാജാവിന്റെ മുൻജന്മ കഥ വിസ്തരിച്ചിട്ട് ഭൃഗുമുനി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഭൃഗുമുനി മിണ്ടാതെയിരുന്നു. അല്ലയോ മഹാരാജാവേ, ഞാൻ പറഞ്ഞ വൃത്താന്തം നിങ്ങൾക്ക് വിശ്വാസമായില്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ധ്യാനത്തിലിരിക്കുന്ന ഭൃഗുമുനി മഹാരാജാവിനോട് ഇത് ചോദിച്ചപ്പോൾ ആ ധാരണ ശരി എന്ന ഭാവത്തിൽ സോമകാന്ത രാജാവ് മൗനം പാലിച്ചു. ഒരു വിശ്വാസക്കുറവ് സോമകാന്ത രാജാവിന്. അപ്പൊ ഭൃഗുമുനിയുടെ ഗാത്രത്തിൽ നിന്ന് ബഹുസഹസ്രം പക്ഷികൾ ആവിർഭവിച്ചിട്ട് പക്ഷികൾ വന്നിട്ട് രാജാവിന്റെ നേരെ അങ്ങ് പറന്നെടുത്തു. ആക്രോശത്തോടെ രാജാവിന്റെ ശരീരത്തിനെ അത് കൊത്തിപ്പറിക്കാൻ തുടങ്ങി ആ പക്ഷികൾ. വേദന കൊണ്ട് പൊളഞ്ഞ സോമകാന്ത രാജാവ് കൈകൾ കുപ്പിക്കൊണ്ട് മഹർഷിയോട് ചോദിച്ചു, മഹാമുനെ, അങ്ങയുടെ ഈ പുണ്യ ആശ്രമം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മഹനീയമായ സങ്കേതമാണ്. അങ്ങയുടെ സന്നിധിയിൽ വെച്ചിട്ട് അടിയനെ ഈ പക്ഷികൾ വളരെ ക്രൂരമായി ആക്രമിക്കുന്നത് അവിടുന്ന് കാണുന്നില്ലേ? അടിയനെ രക്ഷിക്കൂ, ദയവ് ചെയ്ത് രക്ഷിക്കൂ. അപ്പൊ ഭൃഗുമുനി പറയാണ്, മഹാരാജാവേ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമായില്ല. നിങ്ങളുടെ പൂർവ്വചരിത്രം സത്യമായ വാക്കുകൾ മിഥ്യയായിരിക്കുമെന്ന്, കളവായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു. നാം പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ പക്ഷികളൊക്കെ വന്നിരിക്കുന്നത്. ഞാനൊന്ന് ശാസിച്ചാൽ ഈ പക്ഷികളൊക്കെ ഭസ്മമായി തീരും എന്ന് പറഞ്ഞു. മഹാരാജാവിന്റെ ആ ഒരു ദയനീയ അവസ്ഥയിൽ സഹതാപം തോന്നിയ ഭൃഗുമുനി എന്ത് ചെയ്തു? ഹുങ്കാര ശബ്ദം പുറപ്പെടുവിച്ച് പക്ഷികളെ അങ്ങ് ശാസിച്ചു. അടുത്ത നിമിഷം തന്നെ പക്ഷികളെല്ലാം കരിഞ്ഞു ചാമ്പലായി. ആശ്ചര്യകരമായിട്ട് നടന്ന ആ സംഭവം കണ്ടപ്പോഴേക്കും കണ്ണീരോടുകൂടി സോമകാന്ത മഹാരാജാവ് ഭൃഗുമുനിയുടെ പാദങ്ങളിൽ ആ സമയം തന്നെ മാപ്പ് യാചിച്ചു. പ്രഭോ, അടിയനെ ബാധിച്ചിരിക്കുന്ന മഹാരോഗത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി മാർഗം ഉപദേശിച്ചു തരാൻ ദയുണ്ടാവണം എന്ന് മഹാരാജാവ് ഭൃഗുമുനിയോട് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ ആലോചിച്ചിട്ട് ഭൃഗുമുനി പറയാണ്, മഹാരാജാവേ, മുജ്ജന്മം മുതൽ വിഘ്നേശ്വരന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ പാപം പരിഹരിച്ചിട്ട് രോഗശമനം പ്രദാനം ചെയ്യാനുള്ള ശക്തി അത് ഗണനാഥന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാപനാശകനായ വിഘ്നേശ്വരന്റെ പുണ്യപുരാണം നിങ്ങൾ കേൾക്കുക. ഭഗവാൻ ശ്രീ ഗണേശ്വരന്റെ അത്ഭുതമായ മഹാത്മ്യക്കം നിറഞ്ഞ അനേകം കഥകൾ ഈ പുണ്യപുരാണത്തിലുണ്ട്. ഹൃദയശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി വിഘ്നേശ്വര പുരാണ കഥ ആര് ശ്രവിക്കുന്നുവോ അവർക്ക് സർവ പാപങ്ങളും അകന്നു പോകും. അപ്പൊ രാജാവ് പറയാണ്, സത്യം, വെടിപൊട്ടി. അപ്പൊ രാജാവ് പറയാണ്, മുനിപുങ്കവ, ഗണേശ പുരാണം എന്ന പുണ്യഗ്രന്ഥത്തെക്കുറിച്ച് എളിയവനായ എനിക്ക് ഒന്നും അറിയില്ല. അതുകൊണ്ട് അപ്രകാരമുള്ള മഹത്തായ പുരാണം പാരായണം ചെയ്ത് അടിയനെ കേൾപ്പിക്കുന്നവരെ കേൾക്കുന്നതിന് മഹാജ്ഞാനിയായ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളില്ല. അങ്ങയെ കൊണ്ട് മാത്രമേ ആ കഥയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കൂ. ദയവ് ചെയ്ത് എനിക്ക് ആ കഥകൾ പറഞ്ഞു തരണം. സോമകാന്ത രാജാവിൻ്റെ ആ ഒരു വിനീതമായ അപേക്ഷ കേട്ട ഭൃഗുമുനി എന്ത് ചെയ്തു? കമണ്ടുലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് രാജാവിൻ്റെ ശരീരത്തിൽ അങ്ങ് തെളിച്ചു. അപ്പൊ രാജാവിൻ്റെ ശരീരം അങ്ങ് കോരിത്തരിച്ചു.
അദ്ദേഹത്തിൻ്റെ ഗാത്രം വിറയ്ക്കുന്നത് പോലെ തോന്നി. ആ സമയം തന്നെ മഹാരാജാവിൻ്റെ നാസരന്ധ്രത്തിൽ നിന്ന് ഒരു വിരലിൻ്റെ, മഹാരാജാവിൻ്റെ മൂക്കിൽ നിന്ന്, ഈ കമണ്ടലുവിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഭൃഗുമുനി രാജാവിൻ്റെ ശരീരത്തിലേക്ക് കുടഞ്ഞപ്പോഴേക്കും രാജാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു വിരലിൻ്റെ അത്ര വലിപ്പമുള്ള കറുത്ത് ഇരുണ്ടിരിക്കുന്ന ഒരു പുരുഷ രൂപം പുറത്തേക്ക് ചാടി. മൂക്കിൽ നിന്ന് ചാടി, രാജാവിൻ്റെ മൂക്കിൽ നിന്ന്. നോക്കി നിൽക്കെ പെട്ടെന്ന് ആ പുരുഷരൂപം അങ്ങ് വളർന്ന് വലുതായി നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു ഭീകരമായ രൂപമായി മാറി. അത് കണ്ട് സോമകാന്ത രാജാവ് പേടിച്ചുപോയി. ആശ്രമത്തിലുള്ള അന്തേവാസികളൊക്കെ പേടിച്ച് നാലുപാട് ഓടാൻ തുടങ്ങി. പക്ഷെ ആ ഭീകര രൂപം നല്ല ഭവ്യതയോടുകൂടി ഭൃഗുമുനിയുടെ മുമ്പിൽ അനുസരണയോടുകൂടി കയ്യും കെട്ടി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ രൂപത്തെ ഇങ്ങനെ ഭൃഗുമുനി ഇങ്ങനെ നോക്കി. എന്നിട്ട് അതിനോട് പറഞ്ഞു, നീ ആരാണ്? നിനക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു. ഭൃഗുമുനി ചോദിച്ചു, ഞാനാണ് സാക്ഷാത് പാപം. ആ രൂപം പറയാണ്, എൻ്റെ പേര് സാക്ഷാത് പാപം എന്നാണ്. പാപം ചെയ്യുന്നവരുടെ ഗാത്രങ്ങൾ തോറും വസിക്കുന്ന ഞാൻ പാപമൂർത്തിയാണ്. പാപം ചെയ്യുന്നവരുടെ ഗാത്രങ്ങൾ തോറും വസിക്കുന്ന ഞാൻ പാപമൂർത്തിയാണ്. രാജാവിൻ്റെ ദേഹത്ത് പവിത്ര ജലം തളിച്ചപ്പോൾ പൊറുതിമുട്ടിയ ഞാൻ പുറത്തു ചാടി. എനിക്ക് വിശക്കുന്നുണ്ട്, സഹിക്കാൻ വയ്യ വിശപ്പ്, ഞാൻ എന്താണ് കഴിക്കേണ്ടത് പറഞ്ഞുതരാൻ പറഞ്ഞു. വിശപ്പ് കൊണ്ട് അങ്ങ് പൊരിഞ്ഞ പാപമൂർത്തി എന്ത് ചെയ്തു? ഭൃഗുമുനിയോട് ചോദിച്ച്, മഹർഷി, ഞാൻ വിശന്ന് പൊരിഞ്ഞ് നിൽക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം. അപ്പൊ മഹർഷി പറയാണ്, അതാ അവിടെ നിൽക്കുന്ന ചൂതവൃക്ഷത്തിൽ കുടിയിരിക്കുന്നത് കൊണ്ട് ആ വൃക്ഷത്തിന്റെ ഇലകളും കായ്കളും ഒക്കെ നീ ഭക്ഷിക്കൂ. നേരെ പോയിട്ട് നീ എന്ത് ചെയ്യാ? ആ ചൂതവൃക്ഷത്തിൽ കുടിയിരിക്കുക, ആ കൂറ്റൻ വൃക്ഷത്തിന്റെ ഇലകളും കായ്കളൊക്കെ നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. ഭൃഗുമുനി പാപമൂർത്തിയോട് ഇത് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം തന്നെ ആ ഭീകരൻ എന്തു ചെയ്തു? കൂറ്റൻ ചൂതവൃക്ഷത്തിൽ അങ്ങ് പ്രവേശിച്ചു. ആ സെക്കൻഡ് തന്നെ ആ വൃക്ഷം കത്തിക്കരിഞ്ഞു പോയി. അതോടെ ഭീകരനായ ആ പാപമൂർത്തിയും അപ്രത്യക്ഷനായി. എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം. നമ്മളുടെ ഇന്നത്തെ ഗണപതി ഭഗവാന്റെ ലൈവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഷെയർ ചെയ്യണം. ഭഗവാന്റെ മഹത്തത്വം മുറുകെ പിടിക്കുക. ഭഗവാന് നേരെയുള്ള അസഭ്യ വാക്കുകൾ, അസഭ്യ ചിന്താഗതികൾ, അതിൽ നിന്ന് ഭഗവാന്റെ മഹത്വത്തെ നമ്മൾ ഈ ഒരു സങ്കടഹര ചതുർത്ഥി ദിവസം രക്ഷിക്കാൻ നമുക്കൊരു അനുഗ്രഹം ലഭിച്ചിരിക്കണം. ഈ അവസരം ആരും പാഴാക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. ഈ ലൈവ് എടുക്കുക, ഷെയർ ബട്ടൺ അമർത്തുക. വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നമ്മളുടെ എല്ലാ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലേക്കും എല്ലായിടത്തേക്കും നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആളുകൾക്കും ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഓക്കെ? കാരണം എന്തോ ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഇന്ന് ഭഗവാൻ നമുക്ക് ആ ഒരു അവസരം തന്നിരിക്കുകയാണ്. ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും ലഭിക്കുന്നത്. ഗണേശ ഭഗവാൻ ആരാണെന്ന് ദൈവത്തിൻ്റെ നാടായ കേരളത്തെ മനസ്സിലാക്കി കൊടുക്കുക. അത് നമ്മളുടെ വലിയൊരു ധർമ്മമാണ്. ഓക്കെ? അങ്ങനെ ആ ഒരു പാപമൂർത്തിയും പോയി. അപ്പൊ ഭൃഗുമുനി പറയാണ്, അല്ലയോ മഹാരാജാവേ, കാലക്രമത്തിൽ വീണ്ടും ആ ചൂതവൃക്ഷം നന്നായിട്ട് കിളിർത്ത് തഴച്ചു വളരാൻ സാധ്യതയുണ്ട്. ആ വൃക്ഷം വീണ്ടും കിളിർക്കാത്ത കാലം വരെ ഗണേശ പുരാണം നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. എന്താ പറയുന്നത്? ഗണേശ പുരാണം നിങ്ങളെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാന്ന് ഭൃഗുമുനി മഹാരാജാവിനോട് പറയും. ആ ചൂതവൃക്ഷം വീണ്ടും കിളിർക്കാത്ത കാലം വരെ ആദ്യ പൂജാർഹനായ, അതായത് ഫസ്റ്റ് പൂജ ലഭിക്കേണ്ട ഗണപതിയുടെ പുണ്യപുരാണം ശ്രവിക്കുന്നതിനായി, വിഘ്നേശ്വരന്റെ പുണ്യപുരാണം കേൾക്കാനായിട്ട് കുളിച്ച് ശുദ്ധമായി വന്ന് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ തിരുവിഗ്രഹം ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ മഹർഷി പറഞ്ഞതനുസരിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഗണപതി ഭഗവാനെ ധ്യാനിച്ച് അദ്ദേഹത്തിന്റെ ആ രാജാവിന്റെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠ ചെയ്തിട്ട് സോമകാന്ത മഹാരാജാവ് ഭയഭക്തി ബഹുമാനത്തോടുകൂടി നമ്മുടെ മഹർഷിയുടെ പാദങ്ങളിലൊക്കെ നമസ്കരിച്ച് ഒരു സ്ഥാനത്തങ്ങിരുന്നു. എന്നിട്ടോ വളരെ യാദൃശ്ചികമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. കുഷ്ഠരോഗം ബാധിച്ചിരിക്കുന്ന ശരീരത്തിലേക്ക് അദ്ദേഹം ഒന്ന് കണ്ണോടിച്ചു. എന്തൊരാശ്ചര്യം! അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുന്ന രോഗത്തിന്റെ അടയാളം പോലും ഇല്ല.
സോമകാന്ത മഹാരാജാവിന്റെ ശരീരത്തില് കുഷ്ഠം എന്ന് പറയുന്ന രോഗത്തിന്റെ അടയാളം പോലുമില്ല. രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെട്ടു. അതായത് ഗണേശ പുരാണം കേൾക്കാം എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ അത് ഭേദപ്പെട്ടു. അപ്പൊ കേട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അത്രയ്ക്കും ശക്തിയുണ്ട് വിഘ്നേശ്വരന്. ആ വിഘ്നേശ്വരനെ അപകീർത്തിപ്പെടുത്തുന്നതും വിഘ്നേശ്വരനെ അവഹേളിക്കുന്നതും ജന്മജന്മാന്തരങ്ങളുടെ പാപമാണ് നമ്മൾ വാങ്ങിവെക്കുന്നത്. പ്രഥമ പൂജാർഹ്യനായ വിഘ്നേശ്വരന്റെ നാമം ലോകമെമ്പാടും എത്തിക്കുക എന്നുള്ളത് ഓരോ ഹൈന്ദവന്റെയും ധർമ്മമാണ്. ഒരിക്കലും ആ ധർമ്മത്തെ മറന്ന് ഒരു വ്യക്തിയും ആ വിഘ്നേശ്വരനെ അപകീർത്തിപ്പെടുത്തരുത്. അത് വളരെ തെറ്റാണ്. അങ്ങനെ നല്ല ശോഭയോടുകൂടി കാണപ്പെട്ട ആ ശാരീരിക സൗന്ദര്യത്തില് അത്ഭുതപ്പെട്ട സോമകാന്ത മഹാരാജാവ് കണ്ണീരോടുകൂടി വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഭൃഗുമുനി എന്ത് ചെയ്തു? ഭൃഗുമുനി പറഞ്ഞു, മഹാരാജാവേ, നാം കഥ കേൾക്കാൻ വേണ്ടി വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. പുണ്യ പുരാണ കഥ മാത്രമല്ല എനിക്ക് കേൾക്കേണ്ടത്, സർവസങ്കട നിവാരണ മന്ത്രവും പാപ വിനാശന സ്തോത്രവുമാണ് എനിക്ക് കേൾക്കേണ്ടത്. എന്താ പറയുന്നത്? വിഘ്നേശ്വരന്റെ കഥ മാത്രമല്ല എനിക്ക് കേൾക്കേണ്ടത്, സർവസങ്കട നിവാരണ മന്ത്രവും കേൾക്കണം. സകല പാപ വിനാശന സ്തോത്രവുമാണ് എനിക്ക് കേൾക്കേണ്ടതെന്ന് പറഞ്ഞു. ഓരോ ഗണപതി ഭക്തരും ഈശ്വരനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സർവജന ലക്ഷ സഹസ്ര കോടികളും അറിഞ്ഞിരിക്കേണ്ട പുണ്യ കഥയാണ് വിഘ്നേശ്വര പുരാണം. ആ വിഘ്നേശ്വര പുരാണം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഓരോ ജീവാത്മാവിൻ്റെയും മുക്തിക്കായിട്ട് നമ്മൾ അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ ധർമ്മമാണ്. അതറിഞ്ഞേ പറ്റൂ. നമ്മൾ കലിയുഗത്തില് പാപകർമ്മങ്ങളൊക്കെ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും മത്സരങ്ങളും ദുർമരണങ്ങളും ഒക്കെ സംഭവിക്കും. നമ്മളുടെ ഓരോരുത്തരുടെ വീടെടുത്താലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദുരിതമില്ലാത്ത വീടില്ല, ദാരിദ്ര്യമില്ലാത്ത വീടില്ല, മത്സരമില്ലാത്ത വീടില്ല, ദുർമരണങ്ങൾ നടക്കാത്ത കുടുംബങ്ങളില്ല. സ്വന്തമായിട്ട് പുതിയതായിട്ട് കെട്ടിയ വീട് വേണമെന്നില്ല. നമ്മുടെ പരമ്പരയെടുത്ത് നോക്കിയാൽ ഒരു ദുർമരണമെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഇതൊക്കെ കലിയുഗത്തിൽ സംഭവിക്കാൻ ഇടയുണ്ട്. അപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടെന്ന് മനസ്സിലാക്കിയ, ദുർനിമിത്തങ്ങളിൽ കൂടി കാലേ കൂട്ടി മനസ്സിലാക്കിയ വ്യാസ മഹർഷി, ഇങ്ങനെയൊക്കെ കലിയുഗത്തിൽ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ട വ്യാസ മഹർഷി ലോക നന്മയ്ക്കായിട്ട്, ലോക ജനതയുടെ ശ്രേയസിനായിട്ട്, പാപവിനാശത്തിനായിട്ട് നമ്മളോട് ഉപദേശിച്ച മഹനീയ കഥകളാണ് ഗണേശ്വര പുരാണത്തിലുള്ളത്. ഗണേശ്വര പുരാണത്തിലുള്ളത് ഈ ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനമായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. മഹാത്മാവായിരിക്കുന്ന വ്യാസമുനിയുടെ ആശീർവാദത്തോടു കൂടിയാണ് നമ്മൾ ഈ കഥ കേൾക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ പറയാണ്, അല്ലയോ മഹാരാജാവേ, സോമകാന്ത മഹാരാജാവിനോടാ പറയുന്നത്, അല്ലയോ മഹാരാജാവേ, ബള്ളൊഴിഞ്ഞ്, അതായത് സംശയങ്ങളും അഹങ്കാരങ്ങളും അഹന്തകളും എല്ലാം ഒഴിഞ്ഞ് ഹൃദയശുദ്ധിയോടുകൂടി ഭഗവാനെ വിഘ്നേശ്വരനെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന കാരുണ്യവാരിധിയാണ് വിഘ്നേശ്വരൻ. എല്ലാ നന്മകളും പ്രദാനം ചെയ്യുന്ന കാരുണ്യവാരിധിയാണ് വിഘ്നേശ്വരൻ. ആ വിഘ്നേശ്വരനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അപകീർത്തിപ്പെടുത്തരുത്, അദ്ദേഹത്തെ അറിയാതിരിക്കരുത്. ഓക്കെ. അഹങ്കാരം, ഉദാസീനത, പക്ഷഭേദം, ധിക്കാരം, ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികളെ, ആ ദുഷ്പ്രവണതകളെ ഒരു കാരണവശാലും ഈ ഗണേശൻ പൊറുക്കില്ല, ഒരിക്കലും പൊറുക്കില്ല. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. ഒരിക്കലും അഹങ്കാരവും ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഉദാസീനത, ധിക്കാരം, പക്ഷഭേദം, ഇതൊന്നും വിഘ്നേശ്വരൻ പൊറുക്കില്ല. തെറ്റ് ചെയ്യുന്നവൻ എത്ര ഉന്നതരായാലും അവർ തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യാതെ ഭഗവാൻ പൊറുക്കില്ല. അതെത്ര വലിയ ഉന്നതരായാലും ശരി, ആ തെറ്റുകൾ വിഘ്നേശ്വരന്റെ നടയിൽ വന്ന് സമസ്ത അപരാധങ്ങളോടുകൂടി സാഷ്ടാംഗം മാപ്പ് അപേക്ഷിക്കാതെ വിഘ്നേശ്വരൻ പൊറുക്കില്ല. അതിനുള്ള ഉദാഹരണമാണ് എന്ത്? വേദശാസ്ത്ര പാണ്ഡിത്യവും പണ്ഡിതനും
സർവശ്രേഷ്ഠനുമായ വേദവ്യാസ മഹർഷിയെ ഒരു പാഠം പഠിപ്പിച്ചു വിഘ്നേശ്വരൻ. വേദവ്യാസ മഹർഷിയെ, അദ്ദേഹം എത്ര വലിയ ആളാണ്, അദ്ദേഹത്തെ പോലും വിഘ്നേശ്വരൻ ഒരു പാഠം പഠിപ്പിച്ചു. അപ്പൊ മഹാരാജാവ് പറയാണ്, മഹർഷി ശ്രേഷ്ഠ, സർവ ദുർഗണങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും എല്ലാ ദുർലഭമായിരിക്കുന്ന പ്രവണതകളിൽ നിന്നൊക്കെ വിമുക്തനായ പരമജ്ഞാനിയായിരുന്നില്ലേ ഭഗവാൻ വ്യാസമുനി, അല്ലേ? അദ്ദേഹം എല്ലാ സർവ ദുർഗുണങ്ങളിൽ നിന്നും എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ദുർബലമായിട്ടുള്ള പ്രവണതകളിൽ നിന്നും ഒക്കെ പുറത്തു വന്ന പരമജ്ഞാനിയായിരുന്നു. അദ്ദേഹം മഹാവിഷ്ണുവിന്റെ അംശ അവതാരമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് അഹങ്കാരം ഉണ്ടായിരുന്നു എന്നോ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മഹാമുനെ, വിചിത്രമായ ആ മഹാസംഭവ കഥ അത് ഗുരുവായൂർ മഞ്ജരീസിന് വേണ്ടി പറഞ്ഞു തരൂ, അല്ലെ? നമുക്കറിയണം. അപ്പൊ ഭൃഗുമുനി പറയാണ്, 4 വേദങ്ങൾക്കും സംഹിതകളും എഴുതാൻ കഴിഞ്ഞ 4 വേദങ്ങളും സംഹിതകളും എഴുതാൻ കഴിഞ്ഞ വേദവ്യാസ മഹർഷി പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം ഉണർന്നിരുന്ന മഹാജ്ഞാനിയായിരുന്നു. ആലോചിച്ച് നോക്കണം, പ്രപഞ്ച രഹസ്യങ്ങൾ വരെ അറിയുന്ന മഹാജ്ഞാനിയായിരുന്നു. എന്നിട്ടോ സകല വിദ്വാൻമാരും അദ്ദേഹത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നു. അക്കാരണം കൊണ്ട് തന്നെ താൻ വളരെ ശ്രേഷ്ഠനാണെന്നുള്ളൊരു അഹങ്കാരം ആർക്ക് വന്നു? വേദവ്യാസ മഹർഷിയുടെ ഹൃദയത്തിൽ വന്നു. അദ്ദേഹം നേടിയിരിക്കുന്ന ആ ഒരു അഗാധമായ അറിവിന്റെ വെളിച്ചത്തിൽ സകല പുരാണങ്ങളും എഴുതണമെന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു. വേദവ്യാസ മഹർഷി അങ്ങ് തീരുമാനിച്ചു. ശുഭം മുഹൂർത്തം നോക്കി അദ്ദേഹം എന്ത് ചെയ്തു? എഴുതാനിരുന്നു. സകല വേദങ്ങളും എഴുതാനിരുന്നു. അപ്പൊ ഭൃഗുമുനി പറയാണ്, മഹാരാജാവേ, സർവശക്തനായ ഭഗവാൻ വിഘ്നേശ്വരൻ പ്രാഥമിക പൂജാർഹനാണ്. ആദ്യം പൂജിക്കേണ്ടത് ആരെയാണ്? വിഘ്നേശ്വരനെയാണ്. പ്രാചീന കാലം മുതൽ